SDP ഒട്ടും വേണ്ട, RSSന് ഒട്ടും വേണ്ട എന്ന് പരസ്യമായി തേക്കിൻകാട് മൈതാനത്ത് മല്ലികാർജുന ഖാർഗെയെ സാക്ഷി നിർത്തി പ്രസംഗിക്കാൻ ധൈര്യം കാണിച്ച ആളാണ്. മതസംഘടനകളുമായും മതസംഘടനകളുടെ പ്രസ്ഥാനങ്ങളുമായും എന്ത് തീരുമാനമെടുക്കുമ്പോഴും 2 വട്ടം ആലോചിച്ചിട്ട് വേണം ആരായാലും തീരുമാനമെടുക്കാൻ. പാർലമെന്റ് കാലാവധി കഴിയുന്നതിനേക്കാൾ 2 കൊല്ലം മുമ്പേ കോവിഡ് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു, എനിക്കിനി ഡൽഹിയിൽ തുടരാൻ ആഗ്രഹമില്ല, മറ്റ് ആരെങ്കിലും ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബൂത്തിൽ നിന്ന് 50 വോട്ട് മറിച്ച് ചെയ്യാൻ വേണ്ടി CPM ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പോളിംഗിന് മുമ്പ് ഞാൻ പത്രസമ്മേളനം നടത്തിയ ആളാണ് തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ. വിമർശനം വന്നത് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗത്തിൽ നിന്നായിരുന്നു. ഏതാനും ആളുകൾ അവർക്ക് ആരുടെയോ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഓർമ്മ ഉണ്ടാകുന്ന കാലം വരെ RSS സംഘപരിവാർ ഉൾപ്പെടെയുള്ള എല്ലാ ഫാസിസത്തിനെതിരെയും നമ്മൾ നിലകൊള്ളും. മതരാഷ്ട്രം പറയുന്നതിനെതിരെയും നമ്മൾ നിലകൊള്ളും. രാഹുൽ ഗാന്ധിയെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിനകത്ത് ഞാനുണ്ടെന്ന് എനിക്കറിയാം. RSS ഇടിക്കൊണ്ടുകൊണ്ട് ഇടിച്ച ഈ മുറിവന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന കാലം വരെ ഞാൻ RSSും സംഘപരിവാറിനെതിരെ നിൽക്കും. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപനാണ് ദ ക്യൂറേറ്റ് അവറിൽ. സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട വിജയത്തിന് പിന്നാലെയാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞത് ടീം UDFനാണ് ക്രെഡിറ്റ് എന്നുള്ളതാണ്. അതൊരു പുതിയ പ്രയോഗം കൂടെയാണ് ഈ ടീം UDF എന്നുള്ളത്. അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് മെറ്റീരിയൽ എന്നതിനപ്പുറത്തേക്ക് UDFയിൽ ഒരു വ്യാപകമായ ഐക്യപ്പെടൽ എന്നുള്ളത് യാഥാർത്ഥ്യമായി സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്? തീർച്ചയായിട്ടും ആ ടീം UDFൽ ഒരു അംഗമാവാൻ അവസരമുള്ള ആളായിരുന്നു ഞാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ. ഈ 100% VD സതീശൻ പറഞ്ഞത് സത്യമാണ്. ഭയങ്കരമായൊരു ടീം സ്പിരിറ്റ് ആയിരുന്നു. ഒരു പാർട്ടി പോലെയായിരുന്നു എല്ലാവരും. ഒരു പാർട്ടി തന്നെ വ്യത്യസ്ത സ്വരങ്ങളുണ്ടാവും പലപ്പോഴും. പക്ഷെ വ്യത്യസ്ത സ്വരങ്ങളില്ലാത്ത ഒരു പാർട്ടി ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കുടുംബം. ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഏത് സ്ഥലത്തും. അപ്പോൾ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൈപ്പത്തി ചിഹ്നത്തിൽ UDFന്റെ പേരിൽ. പക്ഷെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും. കോൺഗ്രസ്സുകാരും ഒരുപോലെ ഉണ്ടായി. കോൺഗ്രസും അങ്ങനെ ഒരു ടീമായി വന്നു. അതൊരു കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അത് LDF UDF NDA എന്ന വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും റോൾ മോഡലായിരുന്നു നിലമ്പൂരിലെ UDFന്റെ ഇത്തവണത്തെ ഇലക്ഷൻ പ്രവർത്തനവും അതിന്റെ തയ്യാറെടുപ്പും. അതിന്റെ ഭാഗമായ ഒരാളെന്ന നിലക്ക് അതെങ്ങനെ സാധ്യമായി എന്നൊന്ന് വിശകലനം ചെയ്യാം. എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്ത് വില കൊടുത്തും UDFോടെ ജയിക്കണം. ആ ജയിക്കുന്നത് നിലമ്പൂരിൽ ഒരു MLA ഉണ്ടാക്കൽ ആയിരുന്നില്ല. കേരളത്തിൽ കഴിഞ്ഞൊരു 4.5 വർഷമായി 4.25 വർഷമായി പറഞ്ഞു വരുന്നൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമായിരുന്നു നിലമ്പൂരിൽ ജയിക്കണം എന്നാഗ്രഹിച്ചത്. ആ രാഷ്ട്രീയം ജയിച്ചേ പറ്റൂ എന്നായിരുന്നു. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഗ്രാമനഗരങ്ങളിലെയും ഒരു വികാരമായി മാറി. ആശാവർക്കർമാരുടെയോ അല്ലെങ്കിൽ അംഗൻവാടി ടീച്ചർമാരുടെയോ അല്ലെങ്കിൽ ഭൂമി നഷ്ടമില്ലാത്ത ആദിവാസികളുടെയോ വികാരം മാത്രമല്ല, പൊതുവായൊരു സാമൂഹ്യ വികാരമായിരുന്നു. ആ സാമൂഹ്യ വികാരത്തിൻ്റെ കൂടെ നിൽക്കാത്തവൻ സാമൂഹ്യ പ്രവർത്തകനല്ല എന്നൊരു തോന്നൽ സ്വയം ഉണ്ടായി. അപ്പം അങ്ങനെ എല്ലാവരും അവനവൻ ഏറ്റെടുക്കുകയായിരുന്നു. അതായിരുന്നു ടീം. പക്ഷെ ഈ ജയത്തിന് പിന്നാലെ പോലും പ്രധാനമായി മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഒരു വിമർശനം എന്നുള്ളത് ഗ്രൂപ്പ് ഇല്ല എന്ന് കോൺഗ്രസിൽ പറയുന്ന ഓരോ ഘട്ടത്തിലും ഗ്രൂപ്പ് ഇല്ലാത്തവരുടെ ഒരു ഗ്രൂപ്പ് തിരിക്കുന്ന ഒരു രാഷ്ട്രീയം കോൺഗ്രസ് രൂപപ്പെട്ടു വരുന്നുണ്ടോ ഇപ്പോ? ഒരിക്കലുമില്ല. നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ തലങ്ങളെയും വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു, ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു, DCC പ്രസിഡന്റ് ആയിരുന്നു, KPCC സെക്രട്ടറി, APCC വർക്കിംഗ് പ്രസിഡന്റ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം, AICC മെമ്പർ, എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഗ്രൂപ്പ് രാഷ്ട്രീയം കത്തിരുന്ന കാലത്ത് ഞാൻ അതിനൊരു പ്രധാന ആളായിരുന്നു. ഞാൻ VM സുധീരനോടും വ്യാഖ്യാനോടും വളരെയേറെ ചാരി നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതിനൊരു കോർ ആളുകളിൽ ഒരാളായിരുന്നു. പക്ഷെ എത്ര മാറ്റം വന്നു, എത്ര വ്യതിയാനം വന്നു. ഇപ്പം ഈ പറയുന്ന പോലെ അങ്ങനെ ഗ്രൂപ്പിലെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അങ്ങനെ ഒന്നുമില്ല. ഒരു മാനസികമായി ആശയങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റാവുന്നവരൊക്കെ ആ ആശയങ്ങൾ പങ്കുവെക്കുന്നതിൽ ഒരേപോലെയാണ്. ഒരേ വേവ് ലെങ്ത് ഉള്ളവരുടെ എണ്ണം കൂടി വരികയാണ്. പ്രത്യേകിച്ചും ഒരു പുതിയ ജനറേഷൻ കൂടി ലീഡർഷിപ്പിലേക്ക് വരികയാണ്. ആ പുതിയ ജനറേഷനും ഞങ്ങളെപ്പോലെയുള്ള മിഡിൽ ജനറേഷനും ഞങ്ങളെക്കാൾ മുൻപുള്ള ജനറേഷനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഭയങ്കരമായൊരു
വ്യത്യാസമാണ്. അതൊരു പക്ഷേ അതായത് CPM-ലും ഉണ്ടാവില്ല, LDF-ലും ഉണ്ടാവില്ല. ഈ പുതിയ ജനറേഷന് ആവശ്യമായ പരിഗണനയും പദവികൾ കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു മേൽക്കൈ വരികയും അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു സ്വീകാര്യത കിട്ടുകയും അതേസമയത്ത് സജീവമായുള്ള മുതിർന്ന ആളുകളെ വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ അവർക്കൊരു സ്ഥിര സാന്നിധ്യമോ അവർക്കൊരു അവസരമോ നൽകാതെ ഏതെങ്കിലും ഘട്ടത്തിൽ അവർ പിന്നീട് ഒരു വിഷമം പങ്കുവെക്കേണ്ട സാഹചര്യം എന്നുള്ളത്. കാരണം നമ്മള് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷം ഇപ്പൊ നിലമ്പൂരിന് ശേഷം കണ്ടു. അപ്പോൾ അവര് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്നൊരു വിമർശനം ഉണ്ടല്ലോ. ഇല്ല, ഈ പുതിയ തലമുറയിൽപ്പെട്ടവരുടെ വൈബ് വേറെ ഒന്നാണ്. മിഡിൽ ജനറേഷനും അതിന് മുൻപുള്ള തലമുറയുടെയും വൈബ് വേറെ ഒന്നാണ്. ഈ 3 വൈബുകളെയും സമന്വയിപ്പിക്കാൻ വേണ്ടി ഈ ഈ പാലക്കാടായാലും ശരി, നിലമ്പൂരായാലും ശരി, അല്ലെങ്കിൽ അതിന് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലായാലും ശരി, സംഘടനാ പ്രവർത്തനം പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു തരത്തിലും ആർക്കും അങ്ങനെ ഞങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരാൾക്കും ഉണ്ടായിട്ടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമാപന ദിവസങ്ങളിലും ഫലം വന്ന ശേഷം കോൺഗ്രസിനെതിരെയുണ്ടായ കോൺഗ്രസിനകത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന് ഈ റിയൽ വേഴ്സസ് റിയൽ എന്ന രൂപത്തിലേക്ക് ഒരു വിമർശനം പുതുതായി വരുന്നുണ്ട്. മാധ്യമങ്ങളിലും പലയിടങ്ങളിലും അത് വാർത്തയായിരുന്നു. പ്രധാനമായിട്ടുള്ള കാരണം എന്നുള്ളത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള ഒരു ഗ്യാങ് ആളുകൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കാതെ അവരുടെ ഒരു പ്രകടനപരത എന്ന നിലക്ക് എക്സ്പോസർ കൂട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതും അതിനവർ എതിർപക്ഷമായി കാണിച്ചത് ചാണ്ടി ഉമ്മൻ 3000-ലേറെ വീടുകൾ കയറുന്നു, രാവിലെ പുലർച്ചെ തുടങ്ങിയാൽ അർദ്ധരാത്രി വരെ വീടുകൾ കയറി ആളുകളെ കണ്ടു വോട്ട് ചോദിക്കുന്നു. ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഉയർത്തി കാണിക്കുന്നുണ്ട്. അതിലേക്ക് മെൻഷൻ ചെയ്യാനുള്ള ഒരു കാര്യം എന്നുള്ളത് ഇപ്പൊ CR മഹേഷ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട KPCC-യുടെയും UDF-ന്റെയൊക്കെ നേതാക്കൾ ചാണ്ടി ഉമ്മന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒരു ധ്വനി കൂടെ അതിൽ കൊടുക്കുന്നുണ്ട്. എന്താണ് TM പ്രതാപന്റെ ടേക്ക്? ഈ രണ്ടും റിയലാണ്. ഒന്ന്, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസും ഉൾപ്പെടെയുള്ള ആളുകൾ വെറും റീല് മാത്രം ആയിരുന്നില്ല. ഞങ്ങൾ നടത്തിയ കുടുംബയോഗം 300-ൽ താഴെ കുടുംബയോഗങ്ങൾ നടത്തി. ആ കുടുംബയോഗങ്ങളിലൊക്കെ ഇവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം സന്ദർഭങ്ങളിൽ വീട് ഇപ്പോൾ മുനിസിപ്പാലിറ്റി നിലമ്പൂർ ഉൾപ്പെടെ വീട് കയറാൻ അവിടെ സാന്നിധ്യമുണ്ടായി. ഒരു സമൂഹത്തിൻ്റെ തലമുറയിൽ മാറ്റമുണ്ട്. റീലും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ ഭാര്യ അടക്കം ഏറ്റവും കൂടുതൽ റീല് കാണുന്ന ആളുകളാണ്. മുമ്പ് ഏറ്റവും കൂടുതൽ ചാനൽ കാണുമായിരുന്നു. ഒരു പക്ഷേ ഇപ്പോൾ ചാനലിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ പോലും കൂടുതൽ കാണുന്നത് റീലാണ്, ചെറുപ്പക്കാർ കാണുന്ന റീലാണ്. അപ്പോൾ റീലും റിയൽ തന്നെയാണ്. അതിനെ വേറെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇവരെല്ലാവരും 2 പ്രവർത്തനത്തിലുണ്ടായിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ വീട് കയറി എന്നുള്ള സത്യം. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വീട് കയറാനുണ്ടായിരുന്നു, കുടുംബങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമാണല്ലോ കലാശക്കൊട്ടൊക്കെ. നമ്മളൊക്കെ എത്രയോ, ഞാനൊക്കെ ഒരു 3 നിയമസഭയിലും ഒരു പാർലമെൻറ്റിലും മത്സരിച്ചാണ്, പല ലക്ഷം നേതൃത്വം കൊടുത്തതാണ്. കാരണം അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ല, മൊബൈലും ഇല്ല, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്ത കാലത്ത് ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അന്നും ഇതൊക്കെ ഭയങ്കരമായിരുന്നു. നമ്മുടെയൊക്കെ ഇലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ സമാപനമൊക്കെ ഇന്നത്തെ കാലമായിരുന്നെങ്കിൽ ഭയങ്കര വൈബുണ്ടാക്കുന്ന റീലുകളായി മാറുമായിരുന്നു. അപ്പം അതൊരു രണ്ടും സമന്വയിച്ച് പോകുന്നവരാണ് ഇപ്പോഴത്തെ കോൺഗ്രസിലെയും UDF-ലെയും യുവ നേതാക്കന്മാർ. തൃശ്ശൂരിലേക്ക് വന്നാൽ പാർലമെന്റ് രംഗത്ത് മത്സരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് TM പ്രതാപൻ മത്സരിക്കുന്നില്ല എന്നുള്ളൊരു കത്ത് കൊടുക്കലും വിവാദങ്ങളൊക്കെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത് വളരെയധികം കോലിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. 10 വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും പാർലമെന്റിലേക്ക് സിറ്റിംഗ് MP ആയ പ്രതാപൻ തൃശ്ശൂരിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് വീണ്ടും വാർത്തകളിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ കനകോല റിപ്പോർട്ട് വരുന്ന സമയത്ത് പ്രതാപൻ മത്സരിച്ചാൽ ജയിക്കും എന്ന് പറഞ്ഞ് സ്നേഹ സന്ദേശയാത്ര നടത്തുന്നു. 84 ലക്ഷം രൂപ ചെലവഴിച്ചോടെ പ്രചരണ പരിപാടികൾ തുടങ്ങുന്നു. പിന്നീടുണ്ടായ നാടക രംഗങ്ങൾക്ക് ശേഷം ഫലം വരുന്ന ആ തൊട്ട് മുമ്പുള്ള ദിവസം വരെ പ്രതാപന്റെ കണക്കുകൂട്ടൽ BJP 3-ാം സ്ഥാനത്ത് പോകുമെന്നുള്ളതായിരുന്നു. ആ കണക്കുകൂട്ടൽ എവിടെയാണ് പിഴച്ചത് എന്നുള്ളത്? ആദ്യം പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ തുടർച്ചയായിട്ട് 3 തവണ MLA ആയപ്പോൾ ഞാനൊരു പോളിസി എടുത്ത് പുതിയ ആൾക്ക് അവസരം കൊടുക്കണം. തുടർച്ചയായിട്ട് 3 തവണ ആൾ ഒരു തവണയെങ്കിലും ബ്രേക്ക് ചെയ്തേ മതിയാകും. പുതിയ ആൾക്ക് അവസരം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുങ്ങല്ലൂർ MLA ആയിരിക്കുമ്പോൾ എന്നെ ഒഴിവാക്കി തരണമെന്ന് പാർട്ടിക്ക് കത്ത് കൊടുത്ത ആളാണ്. പാർട്ടി അത് പാലിച്ചു. പിന്നീട് ഞാൻ തൃശ്ശൂർ DCC പ്രസിഡന്റായി പ്രവർത്തിക്കുമ്പോഴാണ് പാർലമെന്റ് ഇലക്ഷനോട് മത്സരിക്കാൻ വേണ്ടി പറയുന്നത്. എന്നോട് പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ച് ഞാൻ 94,000-ൽ പരം വോട്ടിന് തൃശ്ശൂർ ജയിച്ചു. പക്ഷെ 5 വർഷത്തെ ഡൽഹിയിലെ എൻ്റെ അനുഭവം, 2 വർഷം കോവിഡും 3 വർഷത്തെ ആക്റ്റീവ് സാന്നിധ്യം കൊണ്ട് എനിക്ക് ഡൽഹിയോട് എന്താ ഒരു അകൽച്ച തോന്നി. ഡൽഹിയോടൊരു ഇഷ്ടക്കുറവ് തോന്നി. ഡൽഹി രാഷ്ട്രീയം
പാർലമെന്റ് ഡൽഹി രാഷ്ട്രീയം എനിക്ക് അത്ര നിയമസഭാ രാഷ്ട്രീയവും കേരളത്തിലെ ടേസ്റ്റ് അല്ല എന്നുള്ളതാണ് തോന്നി. അതെ, ഞാൻ ഒരുപാട് സുഹൃബന്ധങ്ങൾ ഉണ്ടാക്കിയതാണ് ഡൽഹിയിൽ. പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി, പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ ആ രാഷ്ട്രീയത്തിന് അതീതമായി വലിയ സുഹൃത്തും ഉണ്ടാക്കി. പാർലമെന്റിലും എൻ്റെ പരിമിതമായ ചില ഭാഷ ഉണ്ട്, പരിമിതമായ ഭാഷാ പരിജ്ഞാനം ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ പാർലമെന്റിൽ ചോദ്യം ചോദിക്കുന്ന കാര്യം ശരി, സബ്മിഷൻ ഉന്നയിക്കുന്ന കാര്യം ശരി. ഇന്ത്യൻ പാർലമെന്റിൽ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സസ്പെൻഷൻ കിട്ടിയത് ഞാനാണ്. ഇതൊക്കെ ആക്റ്റീവായി ഞാൻ എൻ്റെ പാർട്ടി നിർത്തിയോട് 2 കൊല്ലം മുമ്പ്, പാർലമെന്റ് കാലാവധി കഴിയുന്നതിനേക്കാൾ 2 കൊല്ലം മുമ്പേ കോവിഡ് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു എനിക്കിനി ഡൽഹിയിൽ തുടരാൻ ആഗ്രഹമില്ല, മറ്റ് ആരെങ്കിലും ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് എല്ലാ ലീഡേഴ്സിനോടും, എൻ്റെ ഏറ്റവും രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങോട്ട് കെ സി വേണുഗോപാൽ തുടങ്ങി AK ആൻ്റണി തുടങ്ങി മുഴുവൻ ലീഡേഴ്സിനോട് ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത ആളുകളോട്. ഞാൻ ആ ഒരു മൂഡിൽ തന്നെയായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞോണം, എനിക്ക് പിന്നീട് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് അവർ നടത്തിയ ചില ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി എന്നോട് നിർബന്ധമായി മത്സരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ തയ്യാറെടുത്തു. അപ്പോൾ ഈ ആശങ്ക അവിടെയും പങ്കുവച്ചില്ല. അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ആൾക്ക് കൊടുക്കൂ, എന്നെക്കാൾ മികച്ച ആളുകൾ എത്രയോ പേര്, പുതിയ തലമുറയുള്ളവർ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ ആളെ എടുക്കൂ എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ തൃശ്ശൂർ മാത്രൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും തൃശ്ശൂരിൽ മൈനോറിറ്റി വോട്ടിന് വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് തൃശ്ശൂർ, അതുകൂടി കണക്കിലെടുത്ത് എൻ്റെ അടുത്ത് തന്നെ മത്സരിക്കാൻ കമ്പൽ ചെയ്തു. ഞാൻ പാർട്ടി മാൻ എന്ന നിലയിൽ എടുത്ത തീരുമാനത്തെ അവസരം അംഗീകരിച്ചു. അങ്ങനെയാണ് 16 ദിവസത്തെ സ്നേഹ സന്ദേശ യാത്ര നടത്തി 200-ൽ പരം കിലോമീറ്റർ ഞാൻ കൊടും ചൂടത്ത് നടന്ന് തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പും നടത്തി, ചുമരെഴുതി, പോസ്റ്റർ ഒട്ടിച്ചു, കൺവെൻഷന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് പ്രിപ്പയർ ചെയ്ത് എല്ലാ നിലയിലും മുന്നോട്ട് പോകുമ്പോഴാണ് പത്മജ വേണുഗോപാൽ BJP പോകുന്നു. എന്നാൽ എൻ്റെ സ്നേഹ സന്ദേശ യാത്രയിൽ തൃശ്ശൂർ നഗരത്തിലെ സ്നേഹ സന്ദേശ യാത്രയിൽ പങ്കെടുത്ത് കയ്യന്തോളിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന് എന്നെ ഭയങ്കരമായി അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിച്ച് 2 ദിവസം കഴിയുമ്പോഴത്തേനും പത്മജ വേണുഗോപാൽ BJPയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കരുണാകരൻ്റെ തട്ടകമായ തൃശ്ശൂരിൽ ലീഡറുടെ ജീവനായ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലീഡറുടെ ജീവൻ്റെ ഭാഗമായ മകള് BJPയിലേക്ക് പോകുന്നു എന്ന് വന്നപ്പോൾ സ്വാഭാവികമായും തൃശ്ശൂരിൽ ലീഡർ മകൻ കൂടിയായ K മുരളീധരനെ തൃശ്ശൂർ മത്സരിപ്പിക്കാൻ വേണ്ടി പൊളിറ്റിക്കൽ ഫൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും കാരണവശാൽ ഇനി അതിൻ്റെ പേരിൽ BJPക്ക് ഒരു എഡ്ജ് ഉണ്ടാവരുത്, പത്മജ പോയതിൻ്റെ പേരിൽ BJPക്ക് ഒരു എഡ്ജ് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുരളീധരനെ ഇവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി ആലോചിച്ചത്. എൻ്റെ അടുത്ത് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ ആശയവിനിമയം നടത്തി. ഞാൻ പാർട്ടി എന്ത് തീരുമാനം എടുത്താലും, പക്ഷെ അവിടുത്തെ ഒരു സാഹചര്യം കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു നേതാക്കൾക്ക്. അതായത് മുരളീധരൻ വരുന്നതോടുകൂടി ഇവിടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു സാധ്യത ആയിരുന്നു. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു മുരളീധരൻ വന്നാൽ ജയിക്കും, മുരളീധരൻ മൈനോറിറ്റി വോട്ട് കിട്ടും, മൈനോറിറ്റി വോട്ടിന് ചോർച്ച ഉണ്ടാവില്ല എന്ന് നല്ല വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. മുരളീധരൻ വന്നാൽ ജയിക്കും. അതുകൊണ്ടാണ് പാർട്ടി ലീഡർഷിപ്പ് പറഞ്ഞപ്പോൾ ഇതിനു വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ തയ്യാറെടുപ്പും 1000-ൽ പരം ചുമരെഴുതി, 3 വർഷത്തെ പോസ്റ്റർ പ്രിന്റ് പിടിച്ചു, എംബ്ലം കൊടുത്ത് എല്ലാ അർത്ഥത്തിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു അഭിപ്രായം ചോദിക്കുന്നത്. ഞാൻ ആ അഭിപ്രായത്തെ ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് യാഥാർത്ഥ്യമാകുമല്ലോ. പക്ഷെ അതേ സമയത്ത് ഇപ്പോഴും ഉള്ളൊരു നെറേഷൻ എന്നുള്ളത് മുരളീധരൻ തോറ്റതിന്റെ കാരണങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകളും പ്രതാപൻ പണി കൊടുത്തിട്ടാണ് എന്നുള്ളൊരു നെറേഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പൂർണ്ണ തൃപ്തിയോടെ തന്നെയായിരുന്നു അന്ന് പടിയിറങ്ങി. ഞാൻ 101% എൻ്റെ പാർട്ടി എങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ആ ആശയത്തെ മനസാ വാച കർമ്മണം 101% മനസ്സിൽ തട്ടി സ്വീകരിച്ച ഒരാളാണ്. മുരളീധരൻ എന്നെ ജയിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത ആളാണ്. ഞങ്ങൾ 7 പേർക്ക് 7 അസംബ്ലി മണ്ഡലം ചുമതലയാണ്. എനിക്ക് നാട്ടിക എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൻ്റെ ചുമതലയാണ് ഉണ്ടായിരുന്നത്. ബാക്കി 7 തേറമ്പിൽ രാമകൃഷ്ണൻ തൃശ്ശൂർ നഗരത്തിൽ, PA മാധവൻ മണലൂർ, അബൂബക്കർ ഗുരുവായൂർ, MP ജാക്സൺ ഇരിങ്ങാലക്കുട, MP വിൻസെന്റ് പുതുക്കാട്, ജോസ് വള്ളൂർ ഒല്ലൂർ, ഞങ്ങൾ 7 പേർക്ക് 7 അസംബ്ലി മണ്ഡലങ്ങൾ ചുമതല കൊടുത്തു. അവിടെ ഞാനൊരു മണ്ഡലത്തിന് ചുമതലക്കാരൻ മാത്രം ആയി എടുക്കുകയായിരുന്നു. നമ്മൾ കഠിനാധ്വാനം ചെയ്ത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ ചുമതല ആദ്യം മാറ്റുന്നത്. അതായത് ഫലം വരുന്നതിന്റെ തലേ ദിവസം വരെ പ്രതാപൻ പറയുന്നത് BJP സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പൊ സിറ്റിംഗ് MP ആയ KPCCയുടെ നേതൃപദവിയിലുള്ള ആ പ്രദേശത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വർഷങ്ങളായി അറിയുന്ന പ്രതാപൻക്ക്
സുരേഷ് ഗോപി അവിടെ വിജയിച്ചു വരുമെന്നുള്ളതിന്റെ രാഷ്ട്രീയപരമായ ഒരു സൂചനയും കണ്ടെത്താനായില്ല എന്നുള്ളത്. ഇല്ല, ഞാൻ ഒരു കാര്യം അന്ന് തന്നെ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു. ഇലക്ഷൻ്റെ പ്രചരണം നടക്കുമ്പോൾ CPM BJP ഡീലുണ്ട്. CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാർ സൂക്ഷിക്കണം. CPM വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട്. ഒരു ബൂത്തിൽ നിന്ന് 50 വോട്ട് മറിച്ച് ചെയ്യാൻ വേണ്ടി CPM ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പോളിങ്ങിന് മുമ്പ് ഞാൻ പത്രസമ്മേളനം നടത്തിയ ആളാണ് തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ. ഒരു ബൂത്ത് 50 വോട്ട് മിനിമം CPM വോട്ട് മറിച്ച് BJPക്ക് കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ വിശദീകരിച്ചു. അന്ന് തന്നെ CPM നേതാക്കന്മാർ ആക്ഷേപിച്ചു. CPIയുടെ ജില്ലാ സെക്രട്ടറി വത്സൽകുമാർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ആക്ഷേപിച്ചു. ഒരു വോട്ട് പോലും LDF ചോർന്നു പോകില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം VS സുനിൽകുമാർ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞല്ലോ, എൻ്റെ പരാജയത്തിൻ്റെ പുറകിൽ ഉള്ളത് ഞങ്ങളുടെ മുന്നണിയിൽ തന്നെ ഉള്ളവരാണ്. എന്തിനാ രാജനടക്കമുള്ള ആളുകൾ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് പരാതി കമ്മീഷന് മുമ്പിൽ മൊഴി കൊടുത്തു. VS സുനിൽകുമാർ പരസ്യമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. BJP സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്ത് വരുന്നതിൽ ഏറ്റവും പ്രധാനമായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഓമന പുത്രൻ എന്നാണ്, വളർത്തുപുത്രൻ എന്നാണ് ADGP MR അജിത് കുമാർ വിളിക്കപ്പെടുക. MR അജിത് കുമാർ RSS നേതാക്കന്മാരുമായി നടത്തിയ 2 വട്ട രഹസ്യ ചർച്ച എന്തിന് ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല. ഇതുവരെ നൂറ്റാണ്ടുകളായി ഏറ്റവും നന്നായി നടക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരം എന്തിന് ADGP തൃശ്ശൂർ വന്ന്? ഇന്നലെ അതിൻ്റെ റിപ്പോർട്ട് വന്നല്ലോ. ആ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിൽ എന്താ പറയണത്? ADGP ഫോൺ എടുത്തില്ല, മന്ത്രി വിളിച്ച ഫോൺ എടുത്തില്ല, ഉറങ്ങി, സ്വിച്ച് സൈലന്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് പൂരം പ്ലാൻ ചെയ്ത് തൃശ്ശൂർ പൂരം കലക്കി. ആ പൂരം കലക്കി അതേ നിമിഷത്തിലാണ് സേവാഭാരതിൻ്റെ ആംബുലൻസിൽ സുരേഷ് ഗോപി അവിടേക്ക് നേരിട്ട് വരുന്നത്. സുരേഷ് ഗോപി, ഞാൻ ഉൾപ്പെടെയുള്ള MP കടക്കാൻ അവിടെ പറ്റുന്നില്ല, വേറെ സ്ഥാനാർത്ഥികൾക്ക് കടക്കാൻ പറ്റുന്നില്ല, മന്ത്രിമാർക്ക് വരെ അങ്ങോട്ട് കടക്കാൻ പ്രയാസം. ആ സന്ദർഭത്തിൽ സേവാഭാരതിയുടെ ആംബുലൻസ് ഈ സ്പോട്ടിലേക്ക് പാതിരാത്രി, അത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ മത്സരത്തത് പിന്മാറുന്നു എന്നും പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുക എന്നൊരു പരസ്യ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് BJPയിൽ ഒരു ഘട്ടത്തിൽ പിണങ്ങി നിന്ന സുരേഷ് ഗോപിയെ ആണ് പാതിരാത്രി ഈ ആംബുലൻസിൽ കൊണ്ടുവരുന്നത്. സേവാഭാരതിയുടെ സ്പോട്ടിൽ വരുന്നു. പൂരം പിന്നെ ചൂര് നടക്കുന്നു. പൂരം നേരെ നടത്തിയത് സുരേഷ് ഗോപി ആണെന്നുള്ള പ്രചരണം വരുന്നു. സുരേഷ് ഗോപി പൂരം നന്നായി നടത്തിച്ചു. ഇത് വ്യാപകമാക്കുന്നു. അത് ഭയങ്കരമായി. അവിടെ നമുക്കൊരു ബ്രേക്ക് ഉള്ളത്, ഈ പൂരം കലക്കലോ അതല്ലെങ്കിൽ K മുരളീധരന്റെ ഒരു പ്രത്യേക അറിയോ അല്ലെങ്കിൽ K മുരളീധരന്റെ വരവോ ഇല്ലാതെ TN പ്രതാപൻ ഒരുങ്ങിയിരുന്ന സ്നേഹസന്ദേശയാത്ര നടത്തിയിരുന്ന ചുമരെഴുതിയിരുന്ന ആ അറ്റ്മോസ്ഫിയറിൽ ആ ഇലക്ഷൻ നേരിടായിരുന്നെങ്കിൽ എന്തായിരുന്നു ഫലം എന്നുള്ളത്? തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ച് അത് എന്താണ് ഈ രീതിയിൽ CPM മറിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഈ ഫലം ഇതേപോലെ തന്നെ ആകും എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. CPM എന്ന കേഡർ പാർട്ടി ഏത് ഘട്ടത്തിലാണ് അത്തരം ഒരു ആരോപണം ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി ബോധ്യമായപ്പോ, ഈ തൃശ്ശൂർ ജനിച്ചു വളർന്ന് K മുരളീധരൻ വന്ന ശേഷമാണ്. അതെ, K മുരളീധരൻ വന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ പീക്ക് ടൈമിൽ പോളിംഗിന് 4 ദിവസം മുമ്പാണ് തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ ഞാൻ പത്രസമ്മേളനം നടത്തി പറയുന്നത്. ഒരു ബൂത്തിൽ നിന്ന് 50 വോട്ട് CPM കേഡർ വോട്ട് മറിച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എവിഡൻസ് പറയാം. രാജൻ മന്ത്രി ഒല്ലൂർ, അദ്ദേഹം മന്ത്രിയായ ഒല്ലൂര് 10,000 വോട്ടിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തു. ബിന്ദു മന്ത്രിയായ ഇരിങ്ങാലക്കുടയിൽ 3ാം സ്ഥാനത്ത് പോയി LDF. സുരേഷ് ഗോപി 1ാം സ്ഥാനത്ത് വന്നു. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 5 കൊല്ലം MLA, 5 കൊല്ലം മന്ത്രിയായി. എല്ലാ മാധ്യമങ്ങളും പിന്നെ വികസനത്തിന് ആളും മറ്റേതാണ് ജനപ്രിയം എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ നഗരത്തിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 3ാം സ്ഥാനത്തേക്ക് പോയി. 1ാം സ്ഥാനത്ത് BJP സ്ഥാനാർത്ഥി, 2ാം സ്ഥാനത്ത് K മുരളീധരൻ, 3ാം സ്ഥാനത്തേക്ക് പോയി. VS സ്ഥാനാർത്ഥി അന്തിക്കാട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. ഞാൻ അന്തിക്കാടിൻ്റെ പ്രാന്തപ്രദേശത്ത് തലക്കുളത്ത് താമസിക്കുന്ന ആളാണ്. ഒരു കനാലിൻ്റെ അക്കരയും ഇക്കരയുമാണുള്ളത്. ഞങ്ങളൊക്കെ ചെത്തുതൊഴിലാളികളുടെ നാട്, കമ്മ്യൂണിസ്റ്റ് ചുവന്ന മണ്ണെന്ന് വിളിക്കപ്പെടുന്നൊരു സ്ഥലമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാധീനം ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. ആ സ്ഥലത്ത് അന്തിക്കാട് പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ BJP സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്ത് വന്നു. VS സുനിൽകുമാറുടെ സ്വന്തം ബൂത്തിൽ 16 വോട്ട് മാത്രമാണ് ലീഡ്. രാജൻ മന്ത്രിയുടെ ബൂത്തിൽ ബാലചന്ദ്രൻ MLA-യുടെയും പിന്നെ CC മോഹൻ MLA-യുടെയും KP രാജേന്ദ്രൻ മുൻ മന്ത്രിയുടെയും നാട്ടിൽ അവരെ ബൂത്തുകളിൽ BJP സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്ത് വന്നു. എൻ്റെ ബൂത്തിൽ UDF സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്ത് വന്നു. അന്തിക്കാടുള്ള DC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരിൻ്റെ ബൂത്തിൽ UDF സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്ത് വന്നു. LDFിൻ്റെ മന്ത്രിമാരുടെ നിയോജക മണ്ഡലത്തിലും
7 അസംബ്ലി മണ്ഡലത്തിൽ 7 LDF MLA മാരാ. ആ 7 എണ്ണത്തിൽ 6 എണ്ണത്തിലും BJP ലീഡ് ചെയ്തു. ഗുരുവായൂർ മാത്രമാണ് UDF ലീഡ് ചെയ്തത്. അതെങ്ങനെയാ? 43 പഞ്ചായത്തുകളാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. ഒരു കോർപ്പറേഷനും 3 മുനിസിപ്പാലിറ്റിയും. കോർപ്പറേഷൻ LDF ഭരിക്കുന്നു. പിന്നെ 2 മുനിസിപ്പാലിറ്റി ഗുരുവായൂരും ചാവക്കാടും LDF ഭരിക്കുന്നു. 43 പഞ്ചായത്തിൽ 35 പഞ്ചായത്തും LDF ഭരിക്കുകയാണ്. UDF 7 പഞ്ചായത്തിലും 1 പഞ്ചായത്തിൽ BJP ആണ് ഭരിക്കുന്നത്. ഒരൊറ്റ പഞ്ചായത്തിൽ പോലും LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്തില്ല. 35 പഞ്ചായത്ത് ഭരിക്കുന്നത് LDF, 7 പഞ്ചായത്ത് UDF, 1 പഞ്ചായത്ത് BJP. ആ സ്ഥലത്ത് UDF 7 പഞ്ചായത്ത് ഭരിക്കുമ്പോഴും 10 പഞ്ചായത്തിൽ ലീഡ് ചെയ്തു പാർലമെന്റിൽ. മറിച്ച് LDFന് 1 പഞ്ചായത്തിലും ലീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതോടൊപ്പം ചേർത്ത് ചോദിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്നെ രാജ്യസഭ MP ആയിരുന്ന സമയത്തൊക്കെ സുരേഷ് ഗോപി സജീവമായി തൃശ്ശൂർ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ പല പരിപാടികൾ പങ്കെടുക്കുന്നു, അവിടെ കാരുണ്യ പദ്ധതികൾ നടപ്പിലാക്കുന്നു, അവിടെ എല്ലാ പ്രധാനപ്പെട്ട ഇവന്റുകളിലും അവിടെ ഭാഗമാവുന്നു. നമ്മൾ CPM-നെയൊക്കെ ചേർത്ത് ഈ കുറ്റപ്പെടുത്തുന്ന സമയത്തും കോൺഗ്രസ് ഇതിന്റെ ഒരു അപകടം നേരത്തെ കുറച്ചുകൂടെ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ തൃശ്ശൂരത്തെ പ്രത്യേകത മൈനോറിറ്റി വോട്ട് വലിയ നിർണായകമാണ്. വളരെ 2 മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വോട്ട് വളരെ നിർണായകമാണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ നിയമസഭയിലും പാർലമെന്റിൽ നിന്നപ്പോഴൊന്നും മൈനോറിറ്റി വോട്ടിൽ കാര്യമായി ചോർച്ചയുണ്ടായില്ല. മൈനോറിറ്റി വോട്ട് എന്നെല്ലാം UDFന്റെ കൂടെ നിന്നോ, അത് PA ആന്റണി MP ആയിരുന്നപ്പോഴും PC ചാക്കോ MP ആയിരുന്നപ്പോഴും ഞാൻ MP ആയിരുന്നപ്പോഴൊക്കെ മൈനോറിറ്റി വോട്ട് UDFന്റെ കൂടെ നിന്നപ്പോൾ UDF ജയിച്ചിട്ടുണ്ട്. മൈനോറിറ്റി വോട്ട് LDFന്റെ കൂടെ പോയപ്പോൾ CN ജയദേവൻ ജയിച്ചിട്ടുണ്ട്, VV രാഘവൻ ജയിച്ചിട്ടുണ്ട്, അവിടെ പിന്നെ CK ചന്ദ്രപ്പൻ ജയിച്ചിട്ടുണ്ട്. മൈനോറിറ്റി വോട്ട് വളരെ നിർണായകമാണ്. തൃശ്ശൂരത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറിയുന്ന ആൾക്ക് നല്ല ബോധ്യമുണ്ടാകും. ആ മൈനോറിറ്റി വോട്ടിൽ ഒരിക്കലും വിള്ളലുണ്ടാകുമെന്ന് ഞങ്ങൾ ധരിച്ചിട്ടില്ല. ഒരിക്കലും നമുക്ക് ധരിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ വോട്ട് എണ്ണിയപ്പോൾ മനസ്സിലായി ഒരു വിഭാഗം മൈനോറിറ്റി ഒല്ലൂരിൽ, ഇരിയാലക്കുടയിൽ, തൃശ്ശൂർ നഗരത്തിൽ, പുതുക്കാട്, ഈ മണലൂരിൽ എങ്ങനെയാണ് BJP സ്ഥാനാർത്ഥി പല സ്ഥലത്തും വന്നത്? മൈനോറിറ്റി വോട്ടിൽ കുറച്ച് BJPക്ക് പോയി. അത് വർഷങ്ങളായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രവർത്തനം അതുകൊണ്ട് മാത്രം ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് ഒരു ഓപ്പണന്റ് ആയിട്ട് കരുതിയിട്ടില്ല. അല്ല, സുരേഷ് ഗോപി രാജ്യസഭ മെമ്പറായിരുന്നു. വല്ലപ്പോഴും ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ പോലെ തൃശ്ശൂർ വരും. മീഡിയ എന്ത് ചെയ്തിരുന്നു? പ്ലാൻ ചെയ്ത് മീഡിയ, പ്രിന്റഡ് മീഡിയയിലും ചില വിഷ്വൽ മീഡിയയും സോഷ്യൽ മീഡിയയും സുരേഷ് ഗോപിക്ക് ഒരു മാസത്തിൽ ഒരിക്കലോ 3 മാസത്തിൽ ഒരിക്കലോ തൃശ്ശൂർ കാലുകുത്തുമ്പോൾ ഭയങ്കരമായി ഹൈപ്പ് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ 24 മണിക്കൂറും 360 ദിവസമുള്ള നമ്മളൊന്നും പലപ്പോഴും മീഡിയ മൈൻഡിൽ ഇഗ്നോർ ചെയ്യും. ഒന്ന് താരപ്പൊലിമ, സിനിമാ താരത്തിൻ്റെ പൊലിമ. ഒരു താരം പറയാം, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് 8 മുഴം മുല്ലപ്പൂവ് ഗുരുവായൂരിൻ്റെ ഒരു കിഴക്കേ നടയിൽ നിന്ന് വാങ്ങിച്ചൊരു മുല്ലപ്പൂ വെക്കുന്നൊരു നാടോടി സഹോദരിയുടെ നിന്ന് വാങ്ങിച്ചു. ഭയങ്കര വാർത്ത. അതിനു മുമ്പ് എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു ഗുരുവായൂരിൽ. 500 ആളേക്ക് കല്യാണം ഞാൻ ചുരുക്കി. 2 കുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുത്തു. അച്ഛനില്ലാത്തൊരു കുട്ടിക്കും വാപ്പയില്ലാത്തൊരു കുട്ടീനെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തു. എൻ്റെ മകൻ്റെ MP ആയിരുന്ന എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ ചിലവ് ചുരുക്കി ആ വേദിയിൽ 2 കുട്ടികളുടെ കല്യാണത്തിന് സൗകര്യം ചെയ്തു കൊടുത്തു. ഞാനൊരു പേടിയായും ഓപ്പറേറ്റ് ചെയ്യാൻ പോയില്ലല്ലോ. 8 മുഴം മുല്ലപ്പൂവ് ആണോ? പിന്നെ പിതാവ് നഷ്ടപ്പെട്ട 2 അനാഥ കുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി അതായത് പാണക്കാട് തങ്ങളുണ്ടായി, തൃശ്ശൂർ ബിഷപ്പ്, ഇരിങ്ങാലക്കുട ബിഷപ്പ് ഉൾപ്പെടെ, ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ മതസാമുദായിക നേതാക്കന്മാരും ഉണ്ടായി. ആകെ 500 ആളുടെ കല്യാണം. ഒരു മീഡിയ ഹൈപ്പിനും ഞാൻ പോയിട്ടില്ല. ഒരു മീഡിയ ഹൈപ്പ്. പക്ഷേ നമ്മുടെ ഈ മീഡിയ ഹൈപ്പിനപ്പുറത്തേക്ക് ഗ്രൗണ്ട് റിയാലിറ്റി എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ. സുരേഷ് ഗോപി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അതിനുശേഷം വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതായത് ഈ മത്സരരംഗത്തേക്ക് വന്നതിന് ശേഷം പരാജയപ്പെട്ടപ്പോഴും സുരേഷ് ഗോപി തൃശ്ശൂർ വിട്ടിട്ടില്ല. അവിടെ ഫോക്കസ് ചെയ്ത് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു അപകടം കോൺഗ്രസിന് തിരിച്ചറിയാൻ കഴിയുന്നത്. നമ്മൾ എങ്ങനെ ഊഹിക്കുക? 3 മാസത്തിൽ 2 മാസത്തിൽ 1 മാസത്തിൽ ഒരിക്കൽ വരുന്ന ഒരാൾ രാജ്യസഭാ മെമ്പറാണ്. ആ രാജ്യസഭ മെമ്പർ എല്ലാ പ്രിവിലേജും MP ഫണ്ടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും വന്നു പോകും. 24 മണിക്കൂർ ലൈവായി നിൽക്കുന്ന ആളുകൾ, അത് ഞാനായാലും സുൽകുമാർ ആയാലും അല്ലെങ്കിൽ അവിടെയുള്ള ബാക്കി ഏത് പ്രവർത്തകന്മാരായാലും ഏത് പാർട്ടിയിലായാലും, മന്ത്രി രാജനായാലും മന്ത്രി ബിന്ദു ആയാലും K രാധാകൃഷ്ണൻ, എല്ലാവരും ലൈവായി നിൽക്കുന്നവർ. നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ലൈവായി നിൽക്കുന്നവരടുത്തല്ലേ ജനങ്ങൾക്ക് കൂടുതലുള്ള ജനങ്ങൾക്ക് ഉണ്ടായ ഒരു ഈ എങ്ങനെ ഒരു നിലക്കും മനസ്സിലാക്കാൻ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ 50 വോട്ട് CPM-ന്റെ 50 കേഡർ വോട്ട്
സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ വേണ്ടി CPM മന്ത്രധാര ഉണ്ടാക്കിയിരിക്കുമെന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തിയപ്പോൾ CPIയുടെ ജില്ലാ സെക്രട്ടറിയും CPI സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ ആക്ഷേപിച്ചു. അതേ ആളുകൾ തന്നെ കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഞങ്ങളുടെ പരാജയത്തിന് പുറകിൽ പിന്നെ LDFന്റെ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. ആ ചോർച്ച ഉണ്ടായിരുന്നു കണ്ടുപിടിക്കണം. അതിന് ഒന്ന് ADGP അജിത് കുമാറാണ് ഒരു കാരണക്കാരൻ. അദ്ദേഹത്തെ ആര് നിയമിച്ചു? കരുവന്നൂർ കേസ് എടുക്കുക. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പോൾ എന്തെങ്കിലും ഏറ്റവും ആദ്യം പദയാത്ര നടത്തിയത് ഞാനും തൃശ്ശൂർ DCC പ്രസിഡന്റ് ജോസ് പോളിനും നിർത്തില്ല. ബാങ്കിന്റെ മുന്നിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് മുന്നിലേക്ക് മഴ കൊണ്ട് പദയാത്ര നടത്തി. ഒരു ക്ഷീണവും ഒരു തള്ളുവണ്ടി ബലം സൈഡിന്റെ സപ്പോർട്ടൊന്നും വേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് പദയാത്ര നടത്താൻ. പിന്നെ പൊതുപ്രവർത്തകനായതുകൊണ്ട് ഏത് കഠിന കാലാവസ്ഥയിലും ഞങ്ങൾ അതിജീവിക്കും. ഏറ്റവും കൂടുതൽ സമരം നടത്തിയത് കോൺഗ്രസ്സാണ്, കരുവന്നൂർ ബാങ്ക് മയത്തിൽ. ഞങ്ങളുടെ പദയാത്രയ്ക്ക് ശേഷം ഒരു ദിവസം സുരേഷ് ഗോപി ഒരു പദയാത്ര നടത്തി. ആ പദയാത്രയുടെ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് പദയാത്ര നടത്തി. ആ പദയാത്ര എഴുതും മീഡിയ മുഴുവൻ ഹൈപ്പ്. അപ്പോൾ നമ്മൾ ഞങ്ങളൊന്നും സിനിമാ താരങ്ങളില്ലാത്തത് കൊണ്ട്, ബിഗ് സ്ക്രീനിൽ വരാത്തത് കൊണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിലെ സൊല്യൂഷൻ അതല്ലല്ലോ, അത് മീഡിയയുടെ ടൈക്കോ അതല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ആളുകൾക്കിടയിലേക്ക് എത്തിക്കുന്ന ഒരു ഘടകമുണ്ട്. ആളുകൾക്കിടയിൽ എത്തിക്കുന്നതിലൊരു ഘടകമുണ്ട്. ആ ഘടകത്തിൽ BJPയിലെ തന്ത്രം വിജയിച്ചു. ആ തന്ത്രത്തിന് ചില മീഡിയകളും, പ്രിന്റഡ് മീഡിയാസും വിഷ്വൽ മീഡിയാസും സോഷ്യൽ മീഡിയാസും ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു. അത് ഏത് ബേസിലാണ് സപ്പോർട്ട് ചെയ്തതെന്ന് ഞാൻ തൽക്കാലം ഒരു മാധ്യമ ഇന്റർവ്യൂവിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഊഹിച്ചാലും പിന്നെ ഒരു ഭൂതക്കണ്ണാടി വെച്ചാലും കൃത്യമായ കാരണങ്ങൾ TN പ്രതാപൻ വിശകലനം ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണോ? നമുക്കറിയാം ഈ മീഡിയ എങ്ങനെ ഹൈപ്പ് കൊടുത്തു, ഇല്ലാത്ത ഹൈപ്പ് എങ്ങനെ കൊടുത്തു. ഒരു തെങ്ങും തൈ കൊണ്ടുവച്ച് കേര ബോർഡിലെ മെമ്പർ എന്ന രീതിയിൽ ഒരു തെങ്ങിൻ തൈ ഒരു പഞ്ചായത്തിലേക്ക് തെങ്ങിൻ തൈ കൊടുത്താൽ അത് ഫ്രണ്ട് പേജ് ഫോട്ടോയും വാർത്തയാണ്. നമ്മൾ 1516 ടെലിവിഷൻ കൊടുത്ത ആളാണ്, മൊബൈലും കൊടുത്ത ആളാണ് കോവിഡ് കാലത്ത്. ടോവിനോ എന്ന സിനിമാ നടൻ എൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു കോവിഡ് കാലത്ത്. എൻ്റെ പ്രവർത്തനത്തിന് 6-8 കിച്ചൺ തുടങ്ങിയ ആളാണ് ഞാൻ. കോവിഡിന് ആൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഏകദേശം 1 കോടിക്ക് താഴെ ഇവിടെ മരുന്ന് എൻ്റെ MP ഓഫീസ് കേന്ദ്രീകരിച്ച് എല്ലാ സംവിധാനം, പോലീസ്, എക്സൈസ്, പിന്നെ ഫോറസ്റ്റ് തുടങ്ങി എല്ലാ സംവിധാനങ്ങളുടെയും വാഹനങ്ങൾക്ക് ഉപയോഗിച്ച് മരുന്ന് നാട്ടുകാർക്ക് കൊടുത്ത ഒരാളാണ്. 1000 ബ്രിഗേഡ്സിനെ കോവിഡ് പ്രതിരോധ പ്രവർത്തകന്മാരെ MPs കെയർ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ച് നമ്മൾ. ഒരു മീഡിയയും നമ്മളെ കാണാനോ കേൾക്കാനോ. പക്ഷേ ഇതിന്റെയൊക്കെ ആശ്രിതരായ ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ വിശേഷ മൈനോറിറ്റി വിഭാഗം പറയുമ്പോൾ ക്രൈസ്തവ വിഭാഗം K കരുണാകരന്റെ കാലം മുതൽ കോൺഗ്രസിനൊപ്പമാണ്. പിന്നീട് അങ്ങോട്ട് എന്തെല്ലാം രാഷ്ട്രീയ വിവാദങ്ങളും സാമുദായിക പ്രശ്നം ഉണ്ടാവുന്ന സമയത്തൊക്കെ ക്രൈസ്തവ വിഭാഗം തൃശ്ശൂരിൽ പൂർണ്ണമായി തന്നെ കോൺഗ്രസിന്റെ ഒപ്പം പിന്തുണച്ചിരുന്നു ഏത് തെരഞ്ഞെടുപ്പ് കാലത്തും. പക്ഷേ ഈ സുരേഷ് ഗോപിയുടെ വരവും ഈ ഗ്രൗണ്ടിലെ പ്രവർത്തനങ്ങളും നടന്ന് ഇപ്പോൾ ഒല്ലൂർ, ഇരിങ്ങാലക്കുട ഉൾപ്പെടെയുള്ള റിസൾട്ടിന്റെ ഒരു കൗണ്ട് എടുത്താൽ ക്രൈസ്തവ വിഭാഗം പൂർണ്ണമായി തന്നെ സഹകരിച്ച് സുരേഷ് ഗോപിയുമായിട്ടാണ്. ആ അപകടം നേരത്തെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് ഒരു വീഴ്ച സംഭവിച്ചു. കണ്ടെത്താനാകും. ഇപ്പൊ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് പോലും കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. അല്ല, ഏത് തരം ഫാക്ടറാണ് അവിടെ വർക്ക് അതായത് ആ ഏറ്റവും ഒരു കേഡർ മൈനോറിറ്റിയാണ് ക്രൈസ്തവ മൈനോറിറ്റി. ഈ മണിപ്പൂരിൽ ഉൾപ്പെടെ ഇത്രമാത്രം ക്രൈസ്തവ ദേവാലയങ്ങളും ക്രൈസ്തവ മിഷണറിമാരെയും ആക്രമിക്കുന്ന ഒരു കാലത്ത്, ഇന്ത്യയുടെ പല സ്ഥലത്തും മിഷണറിമാർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാലത്ത്, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം ക്രൈസ്തവ സമൂഹത്തിന് നേരെ പീഡനങ്ങളും ഉണ്ടാവാത്തൊരു കാലത്ത് സാധാരണ ഒരു വിശ്വാസിയുടെ മനസ്സിനകത്ത് താമരയ്ക്ക് വോട്ട് ചെയ്യാൻ ഒരിക്കലും തോന്നില്ല. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കും ക്രൈസ്തവ മിഷണറിമാരുമായ ആൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല എങ്ങനെ വോട്ട് പോയി എന്നുള്ളത്. നമുക്കിപ്പോഴും അത്ഭുതം തോന്നുന്നു. നമുക്ക് എങ്ങനെ പറ്റും വോട്ട് ചെയ്യാൻ? മണിപ്പൂർ മനസ്സിലുള്ള ഒരാളെ അവിടെ ഏതുതരം ഫാക്ടറാണ് വർക്കായി എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടോ? അല്ല, അത് സ്വാഭാവികമായും വോട്ട് പോയി എന്നതൊരു സത്യം. ഏത് നിലയ്ക്ക് വോട്ട് പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് ഗഹനമായ ഒരു പഠനം എല്ലാ പാർട്ടിയും നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് LDFും UDF നടത്തേണ്ടതാണ്. പിന്നെ മറ്റൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് സുനിൽകുമാർ വോട്ട് പോയി. അപ്പൊ എനിക്കൊക്കെ ഭയങ്കരമായി ബ്ലാങ്ക് ആയി കിട്ടുന്ന ഒരു മൈനോറിറ്റി വോട്ടുണ്ട്. 2 മൈനോറിറ്റിയും എന്നെ എല്ലാ വർഷവും സഹായിച്ചിട്ടുണ്ട്. ഒരു അംശവുമില്ല. ക്രൈസ്തവ മൈനോറിറ്റിയും മുസ്ലിം മൈനോറിറ്റിയുടെയും പിന്തുണ ആവോളം ലഭിച്ചിട്ടുള്ള ആളാണ് ഞാൻ മത്സരിച്ച എല്ലാ ലക്ഷണവും ഈ 2 കമ്മ്യൂണിറ്റിയും മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി എന്നെ അവരുടെ സ്വന്തം കുടുംബാംഗത്തെ പോലെ നെഞ്ചിനുള്ളിൽ കൊണ്ടുപോകണം. അതിൽ കുറച്ച് വോട്ട് LDF BJP ജയിക്കുമോ എന്ന് പ്രചരണ രംഗത്ത് കോടാനുകോടി രൂപയാണ്
BJP സ്ഥാനാർത്ഥി പ്രചരണത്തിൽ ചെലവഴിച്ചത് ഒരാൾക്കും ഒപ്പം ഓടിയെത്താൻ പറ്റാത്ത രീതി ഇങ്ങനെ ഡംപ് ചെയ്യായിരുന്നു പണവും അതിൻ്റെ പ്രചരണവും. അത് ഒരു ഭാഗത്തു കൂടെ സോഷ്യൽ മീഡിയയിലൂടെ ആളെങ്ങനെ ആക്ഷേപിക്കും. എന്നൊക്കെ ഇങ്ങനെ ഞാനാണ് സ്ഥാനാർത്ഥി എന്നുള്ള ധാരണയിൽ എന്നൊക്കെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തി കൂട്ടിയതിന് കണക്കില്ല. അത്രമാത്രം ബ്ലോഗർമാരെ വെച്ച് വ്യക്തിപരമായി നമ്മളെ ആക്ഷേപിക്കുകയായിരുന്നു. പൂർണ്ണമായും അത് BJPയുടെ സോഷ്യൽ മീഡിയ ഓപ്പറേഷൻസ് ആയിരുന്നു. ഞാൻ മാറിയപ്പോൾ നേരെ മുരളീധരനെതിരെയും LDFനെതിരെയും ആയിത്തിരിഞ്ഞു. അതിന് കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കപ്പെട്ടത്. അപ്പോൾ പ്രചരണത്തിന് ഹൈപ്പ് BJP ജയിക്കുമെന്ന് പേടിച്ചിട്ട് മൈനോറിറ്റിയിലെ ഒരു വിഭാഗം VS സുനിൽകുമാറിന് വോട്ട് ചെയ്തു. ഞങ്ങളുടെ വോട്ട് പാറ്റേൺ പോയത് അതുകൊണ്ടാണ്. ഈ നേരത്തെ ചോദിച്ച പോലെ മനസാ വാചാ കർമ്മണ മുരളീധരന് വേണ്ടി ഒരു മടിയില്ലാതെ മാറിക്കൊടുക്കുക. എൻ്റെ ചുമര് ഞാൻ തന്നെ മാച്ച് മാതൃക തുടങ്ങി എന്നെ സമൂഹ മാധ്യമത്തിലൂടെ സൈബർ ആക്രമണത്തിലൂടെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് അതിന് പിന്നിൽ പലതരത്തിലുള്ള ഗൂഢാലോചനകളുണ്ട്. CPM-നെ സഹായിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന അതിൻ്റെ പുറകിലുണ്ടായി. കാരണം എൻ്റെ അടുത്ത് CPI ഉത്തരവാദിത്തപ്പെടുന്ന നേതാക്കന്മാർ കണ്ടിരുന്നു ഞങ്ങൾ LDFനകത്ത് ഞടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങളുടെ ചില ആളുകൾ അനവസരത്തിൽ ഉണ്ടാക്കിയ തെറ്റായ പ്രചരണമാണ് ഞങ്ങളുടെ മൂർച്ച കുറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ CPM-നെ വരിക്ക് നിർത്തുന്നത്. ഫലം വന്ന ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗത്തിൽ നിന്നായിരുന്നു. ഏതാനും ആളുകൾ അവർക്ക് ആരുടെയോ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് അല്ല, കോൺഗ്രസ് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അറിയാം. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു കേവലം ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചുമതല മാത്രം ഉണ്ടായിരുന്ന ആളാണ്. ബാക്കി 6 അസംബ്ലി മണ്ഡലത്തിൽ വേറെ ചുമതലക്കാരുണ്ടായിരുന്നു. ഈ നേരത്തെ ചോദിച്ച ഓരോ സ്ഥലത്തും വോട്ട് പാർലമെന്റ് ഇലക്ഷൻ ആർക്ക് വോട്ട് എന്ത് മറിച്ച് ഈ ക്രൈസ്തവ വിഭാഗങ്ങൾ സുരേഷ് ഗോപിക്ക് ഒപ്പം നിന്നു. പക്ഷെ ഇതേ ഘട്ടത്തിൽ തന്നെ TM പ്രതാപനാണ് മത്സരിക്കുന്നതെങ്കിൽ ഈ മൈനോറിറ്റി വിഭാഗങ്ങളുടെ വോട്ട് കുറെ കൂടെ കളക്ട് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത്. ക്രൈസ്തവ വിഭാഗങ്ങൾ സുരേഷ് ഗോപിനൊപ്പം പൂർണ്ണമായും നിന്നു എന്നുള്ളത് അടിസ്ഥാനഗതമാണ്. ഒരിക്കലും ഇല്ല. ക്രൈസ്തവ വിഭാഗത്തിൽ മഹാഭൂരിപക്ഷം പേരും ഇപ്പോഴും അവർക്ക് അവരുടേതായ നിലപാടുണ്ട്. സ്വന്തം മതത്തിൽ വിശ്വസിക്കുമ്പോഴും രാഷ്ട്രീയത്തിൽ സെക്കുലർ നിലപാടുള്ളവരാണ് ക്രൈസ്തവ മതവിഭാഗത്തിലെ മഹാഭൂരിപക്ഷം പേരും. ചിലപ്പോൾ ഒരു ഫാഷൻ്റെ പേരിലോ വേറെ ഏതെങ്കിലും ആകർഷകതയുടെ പേരിലോ കുറച്ച് പേര് പോയി കാണും എന്ന കാര്യം നിഷേധിക്കുന്നില്ല. പക്ഷേ മതമേലധ്യക്ഷന്മാരും വിശ്വാസ സമൂഹവും ഇന്നും അവർ മതനിരപേക്ഷതയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. കേരളത്തിൽ ഉറപ്പായിട്ടും തൃശ്ശൂരിൽ പ്രത്യേകിച്ചും. പക്ഷേ ചോദ്യത്തിൽ വരുമ്പോൾ നമ്മൾ നിന്നാൽ എന്താകുമായിരുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ വേണ്ടി എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. മൈനോറിറ്റി എനിക്ക് ഒരു നിലപാടുണ്ട്, പൊതുവിഷയങ്ങളിൽ നിലപാടുണ്ട്. അതിന് തല പോയാലും നിലപാടിൽ മാറ്റം വരുത്തില്ല. ഏതെങ്കിലും ഒരു സ്ഥാനമാനത്തിന് വേണ്ടിയോ എന്തെങ്കിലും അധികാരത്തിന് വേണ്ടിയോ ഏതെങ്കിലും കൈയടിക്ക് വേണ്ടിയോ നിലപാടെടുക്കില്ല. കഴുത്തു കൊടുത്താലും നിലപാടെടുക്കും. പ്രധാനപ്പെട്ട ഉയരുന്നൊരു വിമർശനം എന്നുള്ളത് മുരളീധരന് വേണ്ടി TM പ്രതാപൻ ഈ വോട്ടുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസ്ക് എടുത്തിട്ടില്ല എന്നുള്ളത്. എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ പരിധി നിന്നുകൊണ്ടുള്ള കഠിനാധ്വാനം ഞാൻ നടത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം നടത്തിയവരിൽ ഒരാൾ ഞാനാണെന്ന് എൻ്റെ മനസാക്ഷി എന്നോട് തുറന്ന് പറയുന്നുണ്ട്. ഏത് സൈബർ ആക്രമണം വരുമ്പോഴും ഞാനപ്പോൾ നെഞ്ചിൽ കൈവച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇത് തിരിച്ചറിയുന്നത് വേറെ ആരുമില്ല, ദൈവമെങ്കിലും തിരിച്ചറിയല്ലോ. എനിക്ക് എൻ്റെ പരിധിയിൽ നിൽക്കുന്നൊരു ഇടപെടലുണ്ട്. ആ ഇടപെടലിന് ഞാൻ ശ്രമിച്ചു. ഞങ്ങൾ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്കൊരു ഒരൊറ്റ അസംബ്ലി മണ്ഡലത്തിൻ്റെ ചുമതലയാണ് ഉണ്ടായത്. ഞാൻ ആ അസംബ്ലി മണ്ഡലത്തിൽ അവിടെയൊക്കെ നമ്മൾ പുറകിൽ പോയി. എൻ്റെ സ്വന്തം ബൂത്തിൽ UDF സ്ഥാനാർത്ഥിയാണ് 1ാം സ്ഥാനത്ത്. എൻ്റെ സ്വന്തം ബൂത്തിൽ അത് ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുകയാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് പോലും എന്താവുന്നുള്ളത് ഞാൻ മത്സരിച്ചാൽ എന്താവുന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ജനങ്ങളുടെ ഇടയിലുള്ള ട്രെൻഡ് ഇതാണ് കോമൺ ട്രെൻഡ് എന്നുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നല്ല ആത്മവിശ്വാസമുള്ള ആളാണ്. ഞാൻ നിലപാടെടുക്കുന്ന ആളാണ്. പാർലമെന്റിനകത്ത് 5 തവണ എനിക്ക് സസ്പെൻഷൻ കിട്ടിയത് നിലപാടിൻ്റെ പേരില്ല. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ഒരു 5 വർഷത്തെ കാലാവധിക്കുള്ളിൽ 5 തവണ സസ്പെൻഷൻ കൂടി ഒരു MP ഇന്ത്യൻ പാർലമെന്റിൽ ഇല്ല. അതേപോലെ തന്നെയാണ് വർഗീയതക്കെതിരെയും ഫാസിസത്തിനെതിരെയും RSS സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരെ ഒരു കോംപ്രമൈസും ഇല്ലാതെ നിലപാടെടുക്കുന്ന ആളാണ്. ആ നിലപാട് ഏത് കാലത്തും എടുക്കും, ഏത് കാലത്തും തുടരും. ആ നിലപാടിനെ തിരിച്ചറിയുന്ന ആളുകൾ സമൂഹത്തിലുണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടല്ല, ജീവിതത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ജീവിത ചിന്തയുടെ ഭാഗമായിട്ടാണ്. ഓർമ്മ ഉണ്ടാകുന്ന കാലം വരെ
RSS സംഘപരിവാർ ഉൾപ്പെടെയുള്ള എല്ലാ ഫാസിസത്തിനെതിരെയും നമ്മൾ നിലകൊള്ളും. മതരാഷ്ട്രം പറയുന്നതിനെതിരെയും നമ്മൾ നിലകൊള്ളും. ആ ആ യുദ്ധത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യൂല. തോൽവിയും ജയമൊക്കെ രണ്ടാമത്തെ കാര്യം, ഇലക്ഷനും വോട്ടൊക്കെ രണ്ടാമത്തെ കാര്യം. നിലപാടാണ് വേണ്ടത്. ആ നിലപാട് തൃശ്ശൂരിലെ ഫലം വന്ന ശേഷം KPCCയുടെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണ സമിതി രൂപീകരിക്കുകയും ഒരു റിപ്പോർട്ട് KPCCക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സമീപ ദിവസം വരെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു TM പ്രതാപൻ. അതിൽ എന്ത് തരം നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്, ഒപ്പം കോൺഗ്രസിനെ തിരിച്ചു പിടിക്കാൻ അവിടെ എന്താണ് പ്രശ്നം സംഭവിച്ചത്, എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ വന്നിട്ടുണ്ടോ എന്നുള്ളത്? ആ റിപ്പോർട്ട് KPCC പ്രസിഡന്റിന്റെ കയ്യിലാണ്. നമുക്ക് ആർക്കും, വർക്കിംഗ് പ്രസിഡന്റായ നമുക്ക് പോലും ആ റിപ്പോർട്ട് എടുത്തു നോക്കാനുള്ള അതൊരു ഡോക്യുമെന്റ് സൂക്ഷിച്ചു വെക്കുന്നിടത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ്. അതിനകത്ത് സ്വാഭാവികമായും അവർ ആ കമ്മിറ്റി ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാകും. ആ നിർദ്ദേശത്തിന്റെ ഭാഗം തന്നെയാണ് പുതിയ DCC പ്രസിഡന്റൊക്കെ തൃശ്ശൂർ. ഗ്രൗണ്ട് റിയാലിറ്റിയിൽ കോൺഗ്രസ് പഠിച്ചിട്ടുണ്ട് ഒരു വർഷം. തീർച്ചയായിട്ടും കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ പരാജയത്തിന്റെ ആകത്തുക കോൺഗ്രസ് പഠിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ പരിഹാര നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയ DCC പ്രസിഡന്റ് ഉൾപ്പെടെ തൃശ്ശൂർ വന്നിട്ടുള്ളത്. സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യം തിരിച്ചറിഞ്ഞ ദൗർബല്യം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൂടെ ആയിട്ട് മണ്ഡലത്തിൽ കുറെ കൂടെ സജീവമാവുന്നുണ്ട്. നേരത്തെ ഈ പറയുന്ന ഒരു 3-4 മാസത്തിനിടക്ക് ഗസ്റ്റ് വിസിറ്ററായി വന്നിരുന്ന ആളിൽ നിന്ന് സജീവമായി മണ്ഡലത്തിൽ ഉണ്ടാവുന്ന കേന്ദ്രമന്ത്രി കൂടെയായ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന നിലക്ക് കുറെ കൂടെ ഗ്രൗണ്ട് റിയാലിറ്റി കണക്ട് ചെയ്യപ്പെടാൻ കഴിയുമല്ലോ സുരേഷ് ഗോപിക്ക്? അത് ഏതെങ്കിലും നിലക്ക് ഇനി ഒരു പ്രതീക്ഷിക്കാത്ത മണ്ഡലമായിട്ട് എഴുതി തള്ളേണ്ടി വരും? ഒരിക്കലും അല്ല. തൃശ്ശൂര് UDF തിരിച്ചു പിടിക്കും. ഒന്ന്, തൃശ്ശൂരിലെ ജനങ്ങളോട് ആരെങ്കിലും പോയൊരു നിഷ്പക്ഷമാതികളോട് ഒരു സർവേ നടത്തുക. വോട്ട് ചെയ്ത സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളുകളോട് സർവേ നടത്തുക. ഒരു MP സാന്നിധ്യം എത്രയുണ്ട്? നമ്മളൊക്കെ ഇവിടെ MP മാർ 2 കൊല്ലം കോവിഡ് ആയിരുന്നിട്ട് പോലും, 2 കൊല്ലം പുറത്തിറങ്ങാൻ പറ്റാത്ത കോവിഡ് ആയിരുന്നിട്ട് പോലും ആ കോവിഡ് കാലത്തടക്കം നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നാട്ടിൽ അതിൻ്റെ ഗുണഫലം അനുഭവിച്ച ആളുകൾക്ക് അറിയാം. MP ഓഫീസറിൻ്റെ സജീവത അറിയാം. എൻ്റെ ഓഫീസൊക്കെ രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. 24 hours എന്ന പോലെയാണ്. എപ്പോഴും ലൈവായി നിൽക്കുന്ന ഓഫീസ് സംവിധാനമായിരുന്നു. ഏതൊരു കൊച്ചുകുട്ടിക്കും, അത് ട്രെയിൻ ടിക്കറ്റ് ആയാലും ശരി, ഇനി പ്രധാനമന്ത്രി ചികിത്സ ആയാലും ശരി, സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഏത് കൊച്ചു കാര്യമായാലും ശരി, സംസ്ഥാനത്തിൻ്റെ കാര്യമായാലും ശരി, അതിലൊക്കെ ഇടപെടുന്നതിൽ എത്ര സജീവത ഉണ്ടായിരുന്നു അന്വേഷിച്ചാൽ അറിയാം. ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞില്ലേ? ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊരു ആളുകളൊന്ന് പരിശോധിക്കട്ടെ. വോട്ട് ചെയ്തവരെ സ്വകാര്യ സംഭാഷണത്തിൽ എന്താ പറയുന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. നാട്ടുകാർക്ക് ബോധ്യമാകും ഒരു MP ഫീലിംഗ് അവിടെ എത്ര മാത്രം ഉണ്ട് എന്നുള്ളത്. നമ്മൾ നമ്മളെ നിരന്തരം കാണുമ്പോൾ ആളുകൾ ചോദിക്കായിരുന്നു, പാർലമെന്റ് ഉള്ളപ്പോൾ ഒരു സാധാരണ പാർലമെന്റും പാർലമെന്റിന്റെ സമിതികളും ഉൾപ്പെടെ അതിൻ്റെ വിസിറ്റും ഉൾപ്പെടെ ഏകദേശം 200 ദിവസത്തോളം ഒരു MP പോകും. 100-150 ദിവസമാണ് ഒരു MPക്ക് കോൺസ്റ്റിറ്റ്യുവൻസിൽ ഉണ്ടാവാൻ വേണ്ടി പറ്റുക. ഞാനൊരു പാർലമെന്റ് സെഷൻ നടക്കുമ്പോൾ വെള്ളിയാഴ്ച പാർലമെന്റ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച പാതിരാത്രി, ശനിയാഴ്ച പുലരാൻ കാലത്ത് തൃശ്ശൂരുണ്ട്. ഞായറാഴ്ച രാത്രി മാത്രം തിരിച്ചു പോകും. ഒരൊറ്റ ആഴ്ചയില്ലാതെ പാർലമെന്റ് നടക്കുമ്പോഴും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടായ ആളാണ്. 2 കൊല്ലം പിന്നെ നമുക്ക് പരിമിതി ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം, ഒരു കൊച്ചുകുട്ടി സൈക്കിൾ വന്ന് വീണെന്ന് അറിഞ്ഞാൽ, ഒരു അപകടം ഉണ്ടെന്ന് അറിഞ്ഞാൽ, ഒരു സ്ഥലത്ത് റോഡ് ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ, ഒരു ചെറിയ നിസ്സാര കാര്യത്തിൽ പോലും നമ്മൾ അന്വേഷിച്ച് ചെല്ലും. ആളുകൾക്ക് എപ്പോഴും അവൈലബിൾ ആവും. ആ ഫീലിംഗ് ഇപ്പോൾ ആളുകൾ എന്താ പറയുന്നുള്ളത് ഒരു നിഷ്പക്ഷമതികളൊന്ന് വിലയിരുത്തട്ടെ. അതായത് തൃശ്ശൂരിലെ ഫലം വന്ന ശേഷം പ്രധാനമായി കോൺഗ്രസിന്റെ സൈബർ പേജുകളിൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ കണ്ട പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് TM പ്രതാപൻ കാലുവാരിയത് കൊണ്ടാണ് K മുരളീധരൻ അവിടെ തോൽക്കേണ്ടി വന്നുള്ളതാണ്. പക്ഷേ ഒരു 10 വർഷം പിന്നിലേക്ക് പോയ 2011 തെരഞ്ഞെടുപ്പ് കാലം മുതലേക്ക് ഇങ്ങോട്ട് നോക്കിയാൽ TM പ്രതാപൻ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിയമസഭയിലേക്ക് എത്തരുതെന്ന് എൻ്റെ പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളും ഒരു വിഭാഗം പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് TM പ്രതാപനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് എൻ്റെ മനസ്സാക്ഷിക്ക് നല്ല വിശ്വാസമുണ്ട്. K മുരളീധരൻ്റെ തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കേണ്ട ചർച്ച വന്നപ്പോൾ എന്നോടാണ് ആദ്യം എൻ്റെ പാർട്ടി ചോദിക്കുന്നത്. ഞാൻ മനസ്സാ വാച ആത്മാർത്ഥമായി തന്നെയാണ് അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് നിർത്താൻ വേണ്ടി പറഞ്ഞത്. തൃശ്ശൂരിൽ നിർബന്ധമായും BJP ജയിക്കാൻ പാടില്ല, LDF ജയിക്കാൻ പാടില്ല, സീറ്റ് തൃശ്ശൂരിൽ നിലനിർത്തണം, മുരളീധരനെ കൊണ്ടുവന്ന് നമുക്ക് പരീക്ഷിക്കാം. ഞാൻ നേരത്തെ തന്നെ മുരളീധരനോട് സ്വകാര്യ സംഭാഷണം ഇത് നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷേ CPM-ന്റെ വോട്ട് BJPക്ക് ചോർത്തി കൊടുത്തപ്പോൾ, ഡീലുണ്ടാക്കി ചോർത്തി കൊടുത്തപ്പോൾ
അത് ചില മന്ത്രിമാരും പാർട്ടി നേതാക്കന്മാരും കേസിലകപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗത്തിന് പിന്നെ ED അന്വേഷണം വന്നപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഡീലായിരുന്നു തൃശ്ശൂരിൽ. ആ ഡീല് പോളിംഗിന് മുമ്പ് പരസ്യമായി പറഞ്ഞതാണ്. അത് ഇനി CPM-ന് നേരെ ആ ഡീലിന്റെ ചിത്രം മുഴുവൻ ചാർത്തി കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും വരുന്നു. ഇപ്പോഴും മാധ്യമം വന്നുകൊണ്ട് തൃശ്ശൂർ പൂരം കളിക്കുന്നതിന്റെ പേരിലാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് CPI തന്നെ ഇപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് DGP അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി കൊടുത്തതിലും ഇപ്പോഴും പരാമർശം ഉണ്ടായിരിക്കുന്നു. എന്താ ആ ദുരൂഹത നിലനിൽക്കുന്നു എന്നുള്ളത്. അപ്പോഴാണ് ഏതാനും ചിലർ എന്നെ വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചത്. CPM-ഉമായിട്ട് വല്ല അന്തർധാര വേട്ടയാടാൻ ശ്രമിച്ചവർക്ക് ഉണ്ടോ? സൈബർ ചില നിരപരാധികളായ ആളുകൾ സത്യാവസ്ഥ എന്താണെന്നറിയാതെ കേരളത്തിന്റെ പല ഭാഗത്തിരുന്നവർ പക്ഷേ അവരുടെ ഒരു വികാരം കൊണ്ടും വൈകാരികത കൊണ്ടും ചിലപ്പോൾ പറഞ്ഞു കാണും. അവരെ ഞാൻ ഒരാളോടും ഒരു പരിഭവവും പരാതിയും എനിക്കില്ല. ഈ പറഞ്ഞവരോടും ഒരു പരിഭവവും പരാതിയില്ല. പറഞ്ഞവരൊക്കെ സ്വന്തം മനസാക്ഷിക്ക് തിരിഞ്ഞു നോക്കുക. ഏതൊരു വ്യക്തിക്ക് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിയമസഭ ഒരാളെ കാലുവാരി തോൽപ്പിക്കാൻ വേണ്ടി പറ്റും? ലോകത്ത് ആർക്കെങ്കിലും എവിടെയും പറ്റുമോ? അറിഞ്ഞുകൂടെ? തെരഞ്ഞെടുപ്പ് കൗണ്ടിങ് കഴിയുന്നവരെ അങ്ങനെ ഒരു കമന്റ് ആരും പറഞ്ഞില്ലല്ലോ. അറിഞ്ഞുകൂടെ? അപ്പൊ സ്വാഭാവികമായും എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ വളരെ കഠിനാധ്വാനം ചെയ്ത് പൊതുജീവിതത്തിൽ വന്ന ആളാണ്. ഞാൻ എവിടെ നിന്ന് വന്നു എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ തളിക്കുളം പിന്നെ അറബിക്കടലിന്റെ തീരത്ത് തളിക്കുളം എന്ന് പറയുന്ന ഒരു കടൽക്കരയിൽ നിന്ന് നഗ്നപാതനായി നടന്നു വന്നൊരു ആളാണ്. ആ നടന്നു വന്ന ഞാൻ എൻ്റെ ഗ്രാമത്തിലൂടെ നടന്നു പോയി തൃശ്ശൂർ നഗരത്തിലൂടെ പോയി തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിലൂടെ പോയി ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയി. പക്ഷേ എല്ലാവർക്കും അത് ദഹിക്കണം എന്നില്ല. കാരണം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വൈദ്യുതി ഇല്ല. ഞാനൊരു പക്ഷേ വിശപ്പ് തീർന്ന് ഭക്ഷണം കഴിക്കാത്ത എത്രയോ പകലുകൾ രാവുകൾ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ബോധ്യമുണ്ട്. സ്കൂളിലും കോളേജിലും ചോറ്റുപാത്രത്തിൽ ചോറ് കൊണ്ടുപോയിട്ടുള്ള ആളല്ല. ഒരു പക്ഷേ ചെറിയ പ്രായത്തിൽ എൻ്റെ കണ്ണു കുഴിഞ്ഞതും പിന്നെ ഞാൻ പോഷകാഹാരമില്ലാത്ത ആളായി മാറിയതും ആ ദാരിദ്ര്യത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാവും. അങ്ങനെയുള്ളൊരു ദുർബലമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ വരെ ഒരാൾ എത്തിയതിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്ന് ഇല്ല. അവരുടെ ആരുടെയെങ്കിലും മനസ്സിനകത്ത് എന്തെങ്കിലും ക്രൂര വിനോദങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് ക്ഷമിക്കുകയാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. പൂർണ്ണമായും ഈശ്വരവിശ്വാസിയാണ്. ഞാനതെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുകയാണ്. എന്നെ തിരിച്ചറിയുന്ന എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള എൻ്റെ രക്തം ഏതാണെന്ന് തിരിച്ചറിയുന്ന ആളുകളുണ്ട്. അവരുടെ മനസാക്ഷിയിലെങ്കിലും ശരി തെറ്റുണ്ടാവും. അതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അതായത് അച്ഛനും ജ്യേഷ്ഠനും മത്സ്യത്തൊഴിലാളികളായിരുന്നു. കുറെ കൂടെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിക്കുന്നതും വളരുന്നതൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് ഫിഷറീസ് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുന്നു. രാഹുൽ ഗാന്ധിയെ കൂടുന്നു 2018 ഒരു പ്രധാനപ്പെട്ട സമ്മേളനം വെക്കുന്നതൊക്കെ. ഇപ്പൊ നമ്മുടെ കോൺഗ്രസിന്റെ ഒരു സംഘടനാ സംവിധാനവും പിന്നെ തെരഞ്ഞെടുപ്പ് സംവിധാനമൊക്കെ വരുന്ന സമയത്ത് മുസ്ലിം ക്രൈസ്തവ എന്ന നിലക്ക് കാറ്റഗറി തിരിക്കും. അതല്ലെങ്കിൽ നായർ ഈഴവ എന്ന നിലക്ക് പ്രതിനിധികളെ കണ്ടെത്തും. പക്ഷെ സമാനമായി തന്നെ വളരെ കെട്ടുറപ്പുള്ള തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും തമ്മിലൊക്കെ വളരെ ബന്ധമുള്ള ഈ മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്ന വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നേതൃനിരയിലേക്ക് ഒരു പ്രവർത്തകരോ നേതാക്കളോ വേണ്ട പരിഗണന കിട്ടാത്തത്? എന്നെപ്പോലെയുള്ള ഒരു നിസ്സാരന്, ഒരു സാധാരണക്കാരന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ വർക്കിംഗ് പ്രസിഡന്റ് ആവാൻ വേണ്ടി പറ്റി. ഒരു TM പ്രതാപന്റെ അപ്പുറത്തേക്ക് ആളുകൾ വരണ്ടേ? അതുപോലെ നിരവധി പേരെ കോൺഗ്രസ് ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയത്. കോൺഗ്രസ് എന്നെ ഇപ്പോൾ KC വേണുഗോപാൽ എന്നെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. രാഹുൽ ഗാന്ധി എന്നോട് എത്രമാത്രം വാത്സല്യം കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. VM സുധീരനും AK ആന്റണിയും എന്നെ ചെറിയ പ്രായത്തിൽ കണ്ടെത്തി എന്നെ കൊണ്ടുവന്നതാണ്. ഒരുപക്ഷെ VM സുധീരൻ എന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി 2001 നാട്ടികയിൽ അന്ന് കൃഷിമന്ത്രിയായിരുന്ന കൃഷ്ണൻ കണിയാമ്പുറമോട് മത്സരിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ത്യാഗപൂർവമായ മുൻകൈ എടുത്തത് ശ്രീ VM സുധീരനാണ്. AK ആന്റണിയുടെ കൂടി പിൻബലത്തോടു കൂടി എന്നെ അതേപോലെ തന്നെയാണ് എനിക്ക് ഇപ്പോൾ VD സതീശനായാലും രമേശ് ചെന്നിത്തലായാലും ഇവരെല്ലാവരും എന്നെ എല്ലാ ഘട്ടത്തിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ പോലത്തെ ഒരു പാവപ്പെട്ട ഒരു ദരിദ്ര മത്സ്യത്തൊഴിലാളിയുടെ മകനായി ജനിച്ച ഒരാൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും തൃശ്ശൂർ DCC പ്രസിഡന്റുമാക്കി. അതേപോലെ എത്രയോ പേരെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കിടന്ന എത്രയോ പാവപ്പെട്ട ആളുകളെ ഇതേപോലെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. കോൺഗ്രസ് ആണ് അത് ചെയ്തത്. കോൺഗ്രസിനാണ് വേറെ ആർക്കും അത് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്.
രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിനകത്ത് ഞാനുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ചാവക്കാട് കടപ്പുറത്ത് കടലിൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞൊരു ആശയം മുന്നപ്പോൾ അദ്ദേഹം അന്ന് കാണിച്ചൊരു എൻ്റെ കൈ പിടിച്ചു കൊണ്ടുപോയി എന്നെ പിന്നെ അവസാനം ഡൽഹിയിൽ കൊണ്ടുപോയി ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഘടന എന്നെ അധ്യക്ഷനാക്കിയതാണ്. ഞാൻ രാഹുൽ ഗാന്ധിനെ പങ്കെടുപ്പിച്ചിട്ട് ഫിഷർമെൻ പാർലമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫിഷർമെൻ പാർലമെന്റ് നടക്കുന്നത് നോൺ പൊളിറ്റിക്കലായിട്ട്. ഞാൻ തൃശ്ശൂർ പേർ നടത്തിയ ഒരാളാണ് രാഹുൽ ഗാന്ധിനെ പങ്കെടുപ്പിച്ചത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് കോൺഗ്രസ് ദുർബല ജനവിഭാഗങ്ങളെ ഏതെങ്കിലും പ്രത്യേകമായ പിന്നെ ശക്തിയുള്ള ജനവിഭാഗങ്ങൾ മാത്രമല്ല, ദുർബല ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിൻബലം നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അത് ആ പരിപാടിക്ക് പങ്കെടുത്ത് രാഹുൽ ഗാന്ധി വളരെ വ്യക്തിപരമായി അടുപ്പം സ്ഥാപിച്ച കാര്യമൊക്കെ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ഇപ്പൊ കയ്പമംഗലത്ത് സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് പറയുന്നതും പെട്ടെന്ന് ഡൽഹിയിലേക്ക് രാഹുൽ ഗാന്ധി വിളിപ്പിക്കുന്നതും പിന്നീട് സ്ഥാനാർത്ഥിയായി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അഖിലേന്ത്യാ നേതാവ് TN പ്രതാപന്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കാലിബർ, അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ ഒരു കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സ്, സ്നേഹം, കളങ്കമില്ലാത്ത സ്നേഹം, എന്നെ രാഹുൽ ഗാന്ധിയിൽ ആകർഷിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നതാണ്. പിന്നെ അദ്ദേഹത്തിനുള്ളൊരു നിലപാടുണ്ട്. അതുപോലൊരു സെക്കുലറായ ഒരു രാഷ്ട്രീയ നേതാവ് ഒരുപക്ഷെ നെഹ്റു ഇന്ദിരാഗാന്ധിയെ പോലെ, ആ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും അതേ രക്തം രാഹുൽ ഗാന്ധിയുടെ ജീനായി, ആ ജീനിന് അതേ വികാരമുണ്ട്. എന്നെ ആകർഷിച്ചത് അത് തന്നെയാണ്. എനിക്കറിയാം, ഹിന്ദി അറിയുന്ന ആളെ. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി വരെ പഠിച്ചാൽ, ഞാൻ കോളേജ് പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. പക്ഷെ എനിക്ക് ഹിന്ദി തോടാ മാലും അത്ര വലിയ ഹിന്ദികളല്ല. എൻ്റെ ഇംഗ്ലീഷും വളരെ പരിമിതമായ ഇംഗ്ലീഷാണ്. പക്ഷേ അങ്ങനെ ഭാഷാപരമായി രാഹുൽ ഗാന്ധിയുമായി ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് വല്ല പരിമിതി ഉണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഏത് ഘട്ടത്തിലും നമ്മളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഞാനൊരു ദുർബല ജീവിത സാഹചര്യത്തെയും വന്നാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കാണും. എന്നെ മാത്രമല്ല, അദ്ദേഹം തിരിച്ചറിഞ്ഞ ആളുകളെ ആരെയും കൈവിടില്ല എന്നത് ഉറപ്പാണ്. അതിനുള്ള തെളിവാണ് ശ്രീ KC വേണുഗോപാൽ. KC വേണു കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിനകത്ത് 101% പിന്നെ പെർഫെക്റ്റോട് കൂടി ഇടപെടുന്ന ആളാണ്. എത്ര വലിയ സാഹചര്യത്തിലും പിന്നെ ഒരു പ്രലോഭനത്തിനും വഴങ്ങാത്ത ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് KC വേണുഗോപാലിനോടുള്ള ഏറ്റവും വലിയ മതിപ്പും കൂടെ ചേർത്ത് നിർത്തുന്നതും. രാഹുൽ ഗാന്ധി പ്രത്യേകത അതാണ്. തിരിച്ചറിഞ്ഞാൽ ആരെന്ത് ആക്ഷേപം എന്ത് ചെന്ന് പിന്നെ പരദൂഷണം പറഞ്ഞാലും കേൾക്കാത്തൊരു മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. സത്യസന്ധത, സ്നേഹം, കഠിനാധ്വാനം. TN പ്രതാപന്റെ ഒരു കുട്ടിക്കാല ജീവിത സാഹചര്യമൊക്കെ എടുത്ത സമയത്ത് ഇപ്പോൾ റാബിയുമ്മയുടെ കഥയും അത് മുലയൂട്ടിയ റാബിയുമ്മയുടെ കഥ, അതുപോലെ തന്നെ അച്ഛന്റെ ഉറ്റ സുഹൃത്തായിരുന്ന തളിക്കുളം പള്ളിയിലെ മുത്തവല്ലി ഒക്കെ കുറിച്ച് പല പുസ്തകങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ജീവിത ചുറ്റുപാടുകൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്? നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മളെ പലതും പഠിപ്പിക്കുന്നത്. ജീവിതം നമ്മെ എന്ത് പഠിപ്പിച്ചു, ഇനി എന്ത് പഠിക്കണമെന്നൊരു ചോദ്യമുണ്ട്. ആ ജീവിതം നമ്മളെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ തന്നെയാണ് ഇനി എന്ത് പഠിക്കണം എന്ന് നമുക്ക് നൽകുന്ന പ്രേരണ. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം, ജീവിച്ച സമൂഹം, ആ സമൂഹത്തിൽ നിന്ന് കിട്ടിയ സ്നേഹം, പരിഗണന. എന്നെ പ്രസവിച്ച് കിടക്കുമ്പോൾ തന്നെയാണ് വടക്കേലെ റാബിമ്മ ജബ്ബാറിനെയും പ്രസവിച്ച് കിടക്കുന്നത്. അന്ന് എൻ്റെ അമ്മ പാടത്ത് അന്തിക്കാട് പിന്നെ പാടങ്ങളിൽ നിലങ്ങളിൽ ഇന്ന് കൊയ്ത്ത് ഉള്ള പോലെ അന്ന് കൊയ്ത്ത് യന്ത്രമില്ല. അരിവാൾ കൊണ്ട് നെല്ല് കൊയ്തെടുക്കണം. ആ കൊയ്തെടുക്കാൻ പോയ നെല്ല് കൊയ്തെടുക്കണം, കാലുകൊണ്ട് ചവിട്ടി മെതിക്കണം, മുളയുടെ കോല് കൊണ്ട് അടിച്ച് അതിൽ നെല്ലെടുക്കണം. അങ്ങനെ പോകുമ്പോൾ എന്നെ വടക്കേലെ റാബിമ്മാനെ ഏൽപ്പിച്ചു പോകും. ജബ്ബാറിനെ നോക്കിയത് സംരക്ഷിച്ച പോലെയാണ് റാബിമ്മ എന്നെ നോക്കി സംരക്ഷിച്ചത്. എൻ്റെ വീടിനടുത്തുള്ള ഞങ്ങളുടെ പള്ളിയിലെ മുത്തവല്ലി മരണപ്പെട്ടു പോയി സ്വാതന്ത്ര്യ സമരസേനയായിരുന്ന മാളികൽ കുഞ്ഞിബാപ്പു സാഹിബ്, അവരുടെ വീട്ടിലത്തെ സ്നേഹം, അവിടെ വീട്ടിൽ ആർക്ക് ഭക്ഷണം വയ്ക്കുമ്പോൾ ആ ഭക്ഷണം ഒരു മകനിക്ക്. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ചോറും മാത്രം ഇല്ലാത്തതുകൊണ്ടും ചോറ് കൊണ്ടുപോകാൻ വീട്ടിൽ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് തലേ ദിവസത്തെ ബാക്കി ഉണ്ടായിരുന്ന രാത്രിത്തെ കഞ്ഞി അല്ലെങ്കിൽ ചോറോ വെള്ളത്തിലിട്ട് വെച്ചത് കഴിച്ചു പോയിരുന്നു, അല്ലെങ്കിൽ കട്ടൻ ചായയും അരിയും വറുത്ത് നാളികേരമിട്ട് സ്കൂളിൽ പോയിരുന്ന എനിക്ക് മാളിയേക്കൽ ഈ മുത്തവലിയുടെ വീട്ടിൽ നിന്ന് മക്കൾക്ക് കൊടുത്ത ബാബു സലീമിനും അഷ്റഫിനും കൊടുത്തേക്കുന്ന ചോറിൽ ആ ചോറ്റും പാത്രത്തിൻ്റെ മൂടിയിൽ ഒരു പാത്രം ചോറ് തിന്ന് വളരാൻ ഭാഗ്യം കിട്ടിയാണ് ഞാൻ. രാഷ്ട്രീയപരമായി പിന്നീട് വളരുന്ന ഘട്ടത്തിൽ നാടും നാട്ടുകാരും ഈ ബന്ധങ്ങളൊക്കെ
എത്രത്തോളം ഒരു പ്രചോദനം കൂടിയായിരുന്നല്ലോ അത്? തീർച്ചയായും എന്നെ പോലെ ഒരാളെ, ഈ ദുർബല ഒരാളെ ഇന്ന് കാണുന്ന സാഹചര്യത്തിൽ മുഴുവൻ എൻ്റെ ബന്ധങ്ങളാണ്. എൻ്റെ ഏറ്റവും വലിയ സമ്പത്തും നിധിയും എന്ന് പറയുന്നത് സുഹൃബന്ധമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതാണ്. അതിൽ മതമില്ല, രാഷ്ട്രീയമില്ല. ഇപ്പം എൻ്റെ കൂടെ കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നാട്ടിയ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഡിഗ്രിക്ക് പഠിച്ചവരും പി ജിക്ക് പഠിച്ചവരും എൻ്റെ ഒപ്പം പ്രീ ഡിഗ്രിക്ക് പഠിച്ചവരും ശേഷം പഠിച്ചവരും അവരൊക്കെയാണ് എൻ്റെ സമ്പത്ത്. എൻ്റെ പോരായ്മ എന്താണ്, എൻ്റെ ദൗർബല്യം എന്താണെന്ന് തിരിച്ചറിയുന്നവരാണ് എൻ്റെ ആത്മസുഹൃത്തുക്കളായ ആളുകൾ. ഞാൻ പ്രീ ഡിഗ്രി വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചവരും എൻ്റെ സീനിയേഴ്സായിട്ട് പഠിച്ചവരും എനിക്ക് ശേഷം പഠിച്ചവരും ഉൾപ്പെടെയുള്ള ഒരു സമൂഹം അതിൽ പഴയ സഭക്കാരുണ്ട്, പഴയ ASFകാരുണ്ട്, അതിൽ എല്ലാ മതത്തിലും പെട്ടവരുണ്ട്. ഏത് കാര്യത്തിലും അവരെന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അത് അവരൊരു സ്നേഹിതൻ എന്ന രീതിയിലല്ല, അവരൊരു ബ്രദർ എന്ന രീതിയിലാണ്. എൻ്റെ പ്രത്യേകിച്ചും നാട്ടിൻപുറത്ത് ജനിച്ചവർ എനിക്ക് ഞാൻ എന്തൊക്കെ കുറവുണ്ടെന്ന് അവർക്ക് അറിയാം. എനിക്കൊരു സങ്കടം വന്നാൽ, എനിക്കൊരു ആവശ്യം വന്നാൽ ഞാൻ വെറും ഒരു SMS അയച്ചാൽ, ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ അവരെന്നെ കൂടെ ചേർത്ത് നിർത്തും. എനിക്ക് ഒരു ഘട്ടത്തിൽ എൻ്റെ വീടൊക്കെ ജപ്തി ചെയ്ത് പോയി. ഞാൻ കടയിലേക്ക് ഒരു 2 വഞ്ചി വാങ്ങിച്ചു. അന്നത്തെ റോഡ് കൃഷ്ണ ബാങ്ക് അത് ജപ്തി ചെയ്തു. എൻ്റെ വീടും സ്ഥലം വിൽക്കേണ്ടി വന്നു. ഞാനും അമ്മയും ഭാര്യയും പറക്കാൻ ചിറക് മുളയ്ക്കാത്ത 2 മക്കളും കൂടി വാടക വീട്ടിലേക്ക് പോയി. ഒരു ചെറിയ സ്ഥലം അതിൽ നിന്ന് വാങ്ങാൻ ബാക്കി പൈസ ഉണ്ടായി. എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് വീട് പണിതന്നത്. VM സുധീരൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് കെട്ടിവെച്ച പണം തിരിച്ച് ജയിച്ച് കിട്ടുമ്പോൾ ആ പൈസ കൊണ്ട് എനിക്ക് തറ കെട്ടി തന്നു. AC ജോസ് എനിക്ക് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി സഹായം നൽകി. എൻ്റെ സുഹൃത്ത് കട്ട്ല, ജനല്, വാതില്, ലൈറ്റ് ബോർഡ്, സ്വിച്ച് ബോർഡ്, സിമെൻറ്റ്, കമ്പി, പിന്നെ ബ്രിക്ക് എല്ലാം സ്നേഹിതന്മാർ സമ്മാനിച്ചതാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള ആ വീടിൻ്റെ പേര് തന്നെ സ്നേഹഭവൻ ഞാൻ ഇട്ടിരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ഇട്ടിരിക്കുന്ന പേര്. അതേപോലെ ഓരോ പ്രയാസഘട്ടത്തിലും അവരെന്നെ അറിയുന്നതുകൊണ്ടാണ്, എന്നെ തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് ഞാൻ ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ഞാൻ പരാജയപ്പെടില്ല. കാരണം ഒരു നിലയ്ക്ക് ഞാൻ പരാജയപ്പെടില്ല. എന്നെ പരാജയപ്പെടുത്താൻ എനിക്കല്ലാതെ ദൈവത്തിനും അല്ലാതെ ലോകത്തിലാൾക്കും പറ്റൂല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് കാരണം ഈ സുഹൃബന്ധമാണ്, എന്നെ തിരിച്ചറിയുന്ന സുഹൃത്തുക്കൾ. ഇപ്പോഴും എൻ്റെ കൺപോളെ ഒന്ന് തുറന്നടയുമ്പോൾ എൻ്റെ കണ്ണിനുള്ളിൽ എവിടെയെങ്കിലും ഒരു നിരാശയുടെയോ സങ്കടത്തിൻ്റെയോ ലാഞ്ചന കണ്ടാൽ, എൻ്റെ മുഖത്തും നെറ്റിയിലൊരു ചുളിവ് കണ്ടാൽ എന്തേ എന്ന് ചോദിച്ചിട്ട് എന്നെ കൂടെ ചേർത്ത് നിർത്തി എനിക്ക് ബലം നൽകുന്നവരാണ് എൻ്റെ സുഹൃത്തുക്കൾ. അവരാണ് ആ ഒരു സമ്പത്താണ് പൊതുജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പിന്നിൽ പോകില്ല. ഞാൻ ഏത് സൈബർ ആക്രമണം വന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഈ സ്നേഹിക്കുന്നവരെ കൂടെ ചേർത്തലും ഉള്ളിടത്തോളം കാലം ഞാൻ പരാജയപ്പെടില്ല. ഞാനിപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും. ഇതാണ് എൻ്റെ സമ്പത്ത്. TM പ്രതാപൻ എന്ന രാഷ്ട്രീയക്കാരന്റെ വിശ്വാസം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. എല്ലാ മാസവും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന, അജ്മീറിലും വേളാങ്കണ്ണിയിലും ശബരിമലയിലും എല്ലാ വർഷവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലും പ്രധാനപ്പെട്ട ഇവന്റുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലക്ക് TM പ്രതാപൻ എങ്ങനെയാണ് വിശ്വാസത്തെ വിശകലനം ചെയ്യുന്നത്? ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനെ കണ്ടുപിടിച്ച ആളാണ്. എൻ്റെ അച്ഛൻ മീൻ പിടിക്കാൻ പോയിരുന്ന ആളാണ് കടലിൽ. ചേട്ടനും മീൻ പിടിക്കാൻ പോയിരുന്ന ആളാണ്. എല്ലാ ഈ കാലത്തും കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ അച്ഛൻ്റെ വഞ്ചിയിൽ നിന്നും ഈ നാണയത്തുട്ടുകൾ മാറ്റി വെക്കുന്ന 4 മൺകുടുക്കകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് നാവൂർ പള്ളിയിലേക്കാണ്, ഒന്ന് എടക്കഴിയൂര് ചാവക്കാട് എടക്കഴിയൂർ പള്ളിയിലേക്കാണ്, ഒന്ന് ശബരിമലയ്ക്കാണ്, ഒന്ന് പളനിക്കാണ്. അതുകൂടാതെ എല്ലാ ആഴ്ചയിലും ഈ കണക്കുകൾ എല്ലാം കൂട്ടി വയ്ക്കുമ്പോൾ നേർച്ചയ്ക്ക് വേണ്ടി ഒരു പൈസ മാറ്റി വയ്ക്കും. എൻ്റെ അച്ഛൻ്റെ കൂടെയും ചേട്ടൻ്റെ കൂടെയും ഞങ്ങളുടെ പള്ളിയുടെ മുക്കരുടെ വീട്ടിൽ, തലക്കുളം പള്ളിയുടെ മുക്കരുടെ വീട്ടിൽ ദിക്ർ ചൊല്ലും അച്ഛൻ്റെ വഞ്ചിയിൽ മീൻ കിട്ടാൻ വേണ്ടി. പള്ളിയിൽ പിന്നെ മുക്കരുടെ വീട്ടിലാണെന്ന് ആലോചിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുള്ള ദിക്ർ ചൊല്ലുമ്പോൾ അച്ഛനും ചേട്ടനും കൂടി എന്നെ കൈപിടിച്ച് കൊണ്ടുപോകും. എനിക്ക് ദിക്റിന് എന്താണെന്നൊന്നും അന്ന് ആ ചെറിയ പ്രായത്തിൽ അറിയില്ല. ഒപ്പം ഒരു കഞ്ഞിപ്പാത്രം കൊണ്ടുപോകും. അന്ന് സ്റ്റീലിൻ്റെ പാത്രമൊന്നും വീട്ടിലില്ല, അലുമിനിയം പാത്രമാണ്. അതിൽ 2 പാത്രം ഉണ്ടാവും. ഒന്നിൽ നെയ്ച്ചോറും ഒന്നിൽ പോത്തിറച്ചിയും കറി വെച്ച് തരും. അങ്ങനെ
പഠിപ്പിച്ചാണ്. അച്ഛൻ നാവൂര് പള്ളിയിലേക്ക് വെള്ളി കൊണ്ട് മീനുണ്ടാക്കി കൊണ്ടുപോകും. എന്നെ കൊണ്ടുപോയിട്ടുണ്ട് നാവൂര് പള്ളിയിലേക്ക്. എടക്കഴൂര് പള്ളിയിൽ ഉപ്പാപ്പാടെ പള്ളിയിൽ നിന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടത്. ആ പള്ളിയിലേക്ക് അച്ഛൻ്റെ വഞ്ചിയിൽ മീൻ കിട്ടും എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പളനി മലയ്ക്ക് അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. ശബരിമലയ്ക്ക് എൻ്റെ ചേട്ടൻ എന്നെ കൈ പിടിച്ച് ശ്രീമനാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ വലിയ സ്കൂളൊന്നും പോയിട്ടില്ല. 3ാം ക്ലാസ് അങ്ങനെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ കൂടിയല്ലോ അച്ഛനും. ആ അച്ഛനും ചേട്ടനും എന്നെ ഈ പള്ളികളിലും ദിക്കറിനും കൊണ്ടുപോകും, അമ്പലത്തിൽ കൊണ്ടുപോവുകയും ചെയ്തത് ഒരു ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ ആത്മാവിൻ്റെ പുസ്തകത്താളുകളിൽ വർണ്ണം പറ്റാത്ത മയിൽപ്പി പോലെ ഇപ്പോഴും നിൽക്കുന്നത് അച്ഛൻ പഠിപ്പിച്ച ഈ വിശ്വാസമാണ്. ഞാൻ എല്ലാ മാസവും പൂര നക്ഷത്രം നാളിൽ എൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ ജനിച്ചത് പൂര നക്ഷത്രമാണ്. അമ്മക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല, പക്ഷെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജനിച്ചത് പൂര നക്ഷത്രമാണ്. ഞാൻ എല്ലാ പൂര നക്ഷത്രം നാട്ടിലുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകും. ഇല്ലെങ്കിൽ എന്ന് നാട്ടിൽ വരുന്ന പൂരം കഴിഞ്ഞിട്ട് ആ ദിവസം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകും. ഇപ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം ഭാര്യ മക്കളായിട്ട് പോകും. എല്ലാ വർഷവും ഞാൻ ശബരിമലയ്ക്ക് പോകും. ഞാൻ കെ മുരളീധരൻ്റെ കൂടെ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്, വി എം സുധീറിൻ്റെ കൂടെ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്, കെ സി വേണുഗോപാലിൻ്റെ കൂടെ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകും. എല്ലാ വർഷവും ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ പോകും. ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ കൂടെ വേളാങ്കണ്ണി പള്ളിയിൽ പോകും. ഒരു 40-42 വർഷമായിട്ട് ഒരു റമദാനിലെ നോമ്പ് ഞാൻ കളഞ്ഞിട്ടില്ല. അത് എന്നെ അച്ഛൻ പഠിപ്പിച്ചൊരു വിശ്വാസമാണ്. എല്ലാ ദൈവങ്ങളും എല്ലാം ഒന്നാണ്, എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് അച്ഛനോട് പറഞ്ഞു തന്നത്. വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ന്യൂസ് പേപ്പർ മാത്രം വായിക്കാൻ അറിയുന്ന എൻ്റെ അച്ഛൻ പറഞ്ഞത് എല്ലാ ദൈവങ്ങളും ഒന്നാണ്. ഏത് ദൈവത്തെ നീ വിളിക്കുന്നതും ഒരു ദൈവത്തെ വിളിക്കുന്നത് കണക്കാക്കുക. അതുകൊണ്ട് നിനക്ക് ഏത് ദൈവത്തെയും ഇഷ്ടപ്പെടാം. എൻ്റെ മകൻ്റെ പേര് ഞാൻ അതുകൊണ്ട് ആഷിക്കുന്നിട്ടു, എൻ്റെ മകളെ പേര് ഞാൻ ആൻസി എന്നിട്ടു. എത്ര കൊല്ലം മുമ്പ്. ഞാനങ്ങനെ ഇപ്പോൾ ഈ രീതിയിൽ വളർന്നൊന്നും ധരിച്ചിട്ടൊന്നുമല്ല. ഞാൻ ബോംബെക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്താണ്. 10ാം ക്ലാസ് പാസ്സായി. എൻ്റെ അച്ഛൻ പറഞ്ഞു പഠിക്കാൻ പോകണ്ട. അച്ഛന് എന്നെ കടലിൽ മീൻ പിടിക്കാൻ പറഞ്ഞേക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അച്ഛൻ മത്സ്യത്തൊഴിലാളിയുടെ മോൻ മത്സ്യത്തൊഴിലാളി ആവരുതെന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അച്ഛൻ പറഞ്ഞു ബോംബെയിൽ പോകാൻ. എൻ്റെ അയൽപക്കത്ത് വീട്ടിലുള്ള അടുത്തുള്ള വീട്ടിലെ ഒരു ജബ്ബാർ എന്ന് പറയുന്ന ഒരുത്തൻ്റെ കയ്യിൽ നിന്ന്, അവൻ ബോംബെയിൽ വർക്ക് ചെയ്യാണ്. അവൻ ലീവിന് വന്നപ്പോൾ പോകാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന്, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 32 രൂപയാണ് തൃശ്ശൂരിൽ നിന്ന് ബോംബെക്ക് ട്രെയിൻ ടിക്കറ്റ്. അച്ഛൻ ആരെന്നൊക്കെ കാശ് കടം വെച്ച് 32 രൂപയ്ക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ബോംബെക്ക് ഇവൻ ജബ്ബാറിനെ കൂടെ പോകാൻ വേണ്ടി ഒരു ഇരുമ്പ് പെട്ടി മേടിച്ചു തന്നു, ഒരു 2 ചെരുപ്പ് മേടിച്ചു തന്നു, ഒരു ഞങ്ങളുടെ നാട്ടിലെ കളത്തിലെ തുന്നക്കട നടന്ന് കടം മേടിച്ച് എനിക്ക് ഒരു പാൻറ്റും ഷർട്ടും എടുത്തു തന്നു. ബോംബെക്ക് പോയി കൊള്ളാൻ പറഞ്ഞു. ടിക്കറ്റ് എടുത്തു. ഞാൻ SLC പാസ്സായി. എനിക്ക് മലയാളത്തിൽ 50-ന് 48 മാർക്ക് കിട്ടിയാണ് മലയാളം സെക്കൻഡിൽ. അന്ന് എനിക്ക് കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞു, പഠിക്കാൻ മാർക്കില്ല. എനിക്കാണെങ്കിൽ പഠിക്കാൻ ഭയങ്കര മാർഗം ഇഷ്ടം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ പാർലമെൻറ്റ് മെമ്പറാണ്, സ്കൂൾ ലീഡർ, സാഹിത്യ സമാജ സെക്രട്ടറി. ഞാൻ അന്ന് ഒരു കയ്യെഴുത്ത് മാസിക സ്കൂളിൽ ഇറക്കിയിട്ടുണ്ട്, മുകളെന്ന് പറഞ്ഞിട്ട്. സ്പോർട്സിൽ ഞാൻ സ്കൂളിലെ കബഡി ടീം ക്യാപ്റ്റൻ, പിന്നെ സ്പോർട്സും ചെറുകഥ ഫസ്റ്റ്, കവിത ഫസ്റ്റ്, ലേഖനം ഫസ്റ്റ്, പ്രസംഗം ഫസ്റ്റ്. അപ്പം എനിക്ക് പഠിക്കാൻ ഭയങ്കര മോഹമായിരുന്നു. അച്ഛനൊരു പഠിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല, ജീവിത പ്രയാസം കൊണ്ട്. അവസാനം ബോംബെ പോകാൻ തീരുമാനിച്ചു. അവസാനം ഞാൻ കരഞ്ഞ് ഒരു ദിവസം VM സുധീരൻ്റെ വീട്ടിൽ പോയി. ഞാൻ നേരിട്ട് VM സുധീരനെ കാണാമെന്നാണ്. എൻ്റെ വന്നിട്ട് മുറ്റിച്ചൂര് കടവ് കിടന്ന നേരെ പൂലാമ്പഴ കടവിലേക്ക് ചെന്ന VM സുധീരൻ്റെ വീടായി. എൻ്റെ അവിടെ ഒരു മരിച്ചുപോയി നബുല എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിനെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ഈ സങ്കടം VM പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. തൃശ്ശൂരുള്ള മരിച്ചുപോയ എലൈറ്റിൻ്റെ TR രാഘവൻ എന്ന് പറയുന്ന SM കോളേജ്, നാട്ടിൽ SM കോളേജിൻ്റെ പിന്നെ മാനേജിങ് കമ്മിറ്റി ചെയർമാൻ ഒരു കത്ത് തന്നു, എന്നെ പരിചയപ്പെടുത്തി. ആ കത്തിലാണ് VM സുധീരൻ എഴുതി, പ്രതാപൻ ഒരു പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിലെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. നാട്ടിൽ SM കോളേജിൽ പ്രതാപന് മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ കൊടുക്കണം. ഞാൻ കത്തും കൊണ്ട് അച്ഛനോടും പറയാണ്ട് അമ്മോടും പറയാണ്ട് നേരെ TR രാഘവൻ്റെ വീട്ടിൽ പോയി. അതാ എന്നോട് പറഞ്ഞു, പിന്നെ തൃശ്ശൂർ അയ്യന്തോളിലുള്ള ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ഓഫീസിൽ ചെന്നു. അപ്പോൾ എൻ്റെ മുഷിഞ്ഞ ഷർട്ടും കൊണ്ടു ആളെൻ്റെ മുഖത്ത് ഞാൻ നോക്കി, വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ഉള്ളിൽ പോയി ഒരു കത്തെഴുതിന് കവർ എനിക്ക് ഇത് തന്നു. അതുകൊണ്ട് ഒരു കവറും കൂടി എനിക്ക് തന്നു. ഇതിപ്പോൾ തുറക്കരുത്, വീട്ടിൽ പോയി തുറക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഈ മറ്റേ കത്ത് കൊണ്ട് കോളേജ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കോളേജ് കൊണ്ട് കൊടുക്കണമെങ്കിൽ അച്ഛനും അമ്മയുടെ പെർമിഷൻ വേണ്ടേ. എനിക്കാകെ ടെൻഷനായി. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആദ്യം വീട്ടിൽ ചെന്ന് തുറക്കാൻ പാടുള്ള കത്ത് തുറന്നു നോക്കി. തുറന്നപ്പോൾ 250 രൂപയും ഒരു കുറിപ്പും പുസ്തകം വാങ്ങുക കോളേജിലേക്ക്. അങ്ങനെയാണ് പിന്നീട് കോളേജിലേക്ക് പോകുന്നത്. നല്ല വസ്ത്രം വാങ്ങുക, നല്ല ഷർട്ടും മുണ്ടും വാങ്ങുക, പുസ്തകം വാങ്ങുക എന്നാണ് ആ കുറിപ്പ്. ഇത് മരിച്ചുപോയി, ജീവിച്ചിരിപ്പില്ല.
ഞാൻ അച്ഛനും അവസാനം എൻ്റെ പള്ളിയിൽ മുത്തവല്ലിയായും കുഞ്ഞുമാസാവിൻ്റെ വീട്ടിൽ പോയി. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഒരുപക്ഷെ രാത്രി അവിടെ കിടന്നുറങ്ങും. രാത്രി അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും, അവിടെ കിടന്ന് തന്നെ ഉറങ്ങും. രാവിലെ പിന്നെ വീട്ടിലേക്ക് വരുള്ളൂ. ഞാൻ പോയിട്ട് കുഞ്ഞുമാസാവിനോട് പറഞ്ഞു, അച്ഛനോട് പറയണം എനിക്ക് പഠിക്കാൻ പോകുന്ന ആഗ്രഹമുണ്ട്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് തന്നെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ നാരായണ അച്ഛൻ്റെ പേര്. നാരായണ, അവനെ ഇനി ബോംബെക്ക് പറഞ്ഞേക്കല്ലേ, അവൻ പോയി പഠിക്കട്ടെ. അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമാണ് ഞാൻ പഠിക്കാൻ പോകണമെന്ന്. പക്ഷെ അമ്മ പറഞ്ഞാൽ അച്ഛൻ കേൾക്കൂല. വീട്ടിലെ സാഹചര്യമാണ് കാരണം. മാളിയേക്കൽ കുഞ്ഞിബാബു സാഹിബിൻ്റെ അതായത് സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. സ്നേഹം കൊണ്ടുള്ള അച്ഛനോടുള്ള ബന്ധം കൊണ്ട് പറഞ്ഞപ്പോൾ അച്ഛൻ അമ്മ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ രാത്രി അച്ഛനോട് ഈ 250 രൂപ കാണിച്ചു കൊടുത്തു, ആ കത്ത് കാണിച്ചു കൊടുത്തു. അച്ഛൻ കോളേജിൽ പോയി ചേർന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിദ്യാർത്ഥിയായിട്ട് കോളേജിൽ പോയി ഈ പഠിക്കാൻ വേണ്ടി പോണത്. അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ ഈ കാണുന്ന യാത്ര വഴികളൊക്കെ രാഷ്ട്രീയത്തിൽ സജീവമായ ശേഷം സംഘപരിവാറിനോട് ഒരു നോ കോംപ്രമൈസ് മെത്തേഡ് ഉണ്ടല്ലോ ഏത് ഘട്ടത്തിലും. അത് ഒരുപക്ഷെ കോൺഗ്രസ് നിലപാടെടുക്കുന്നതിന് മുമ്പ് തന്നെ പല ഘട്ടത്തിലും ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടോ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടോ മാധ്യമങ്ങളെ കണ്ടിട്ടോ ഒക്കെ ആ വിഷയത്തിൽ സംഘപരിവാറിനെതിരായ നിലപാടെടുക്കുന്ന കാര്യത്തിൽ ടി എം പ്രതാപൻ കുറെ കൂടെ മുൻവശത്ത് ഉണ്ടാവാറുണ്ട്. അത് നോ കോംപ്രമൈസ് മെത്തേഡ് വരുന്ന ഏത് ഘട്ടത്തിലാണ്? ഞാൻ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ABVP KSU സംഘടന ഉണ്ടായി തലക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ. അന്ന് വാടാനപ്പള്ളി ബീച്ചിൽ നിന്നും കുറേ RSS സ്കൂളിൽ വന്നിട്ട് KSUക്കാർ അടിക്കാൻ വേണ്ടി വന്നു. പുറത്തുനിന്ന് സ്കൂളിൽ KSUക്കാർ അടിക്കാൻ പറ്റില്ല. എന്നെ സ്കൂളിൽ നിന്ന് വിളിക്കപ്പെടും മണപ്പുറം ഗാന്ധി എന്നാണ്. SFI KSU സംഘടന ഉണ്ടായി ഞാൻ നടുവിലായിരിക്കും. ഞാൻ KSU കൊണ്ടുവരണ്ട. ABVP KSU സംഘടന ഞാൻ നടുവിലായിരിക്കും. ഞാൻ എല്ലാവരോടും സുഹൃത്തുക്കൾ എന്നെ ആ ഒരു നിക് നെയിം അന്ന് സ്കൂളിനകത്ത് എനിക്കുണ്ടായി. ABVPക്കാർ RSS കൂടി വാടാനപ്പള്ളി ബീച്ചിൽ നിന്ന് വന്നൊരു സ്കൂളിൽ ഭയങ്കര അലമ്പുണ്ടാക്കി. ഞാൻ എല്ലാ പ്രധാനപ്പെട്ട കൂടെ ഓടിപ്പോകാൻ പറഞ്ഞു. ഞാൻ ഇവർ ഈ ഓങ്കാളിന്ന് വിളിച്ചിട്ട് ആണ് കയ്യിൽ പിന്നെ ആയുധങ്ങളൊക്കെ ആയിട്ട് ഓടി എരച്ചു വരികയായിരുന്നു സ്കൂളിലേക്ക്. ഒരു ടെമ്പോയിൽ വന്നിറങ്ങിയിട്ട് ഞാൻ പ്രധാനപ്പെട്ടവരൊക്കെ ഓടിച്ചു. എൻ്റെ ധാരണ എന്നെ അടിക്കില്ല എന്നാ. ഞാൻ പിന്നെ മണപ്പുറം ഗാന്ധി നിന്ന് എല്ലാം പിടിക്കില്ല, എന്നെ അടിക്കില്ല. പക്ഷെ ആര് കിട്ടണപ്പോൾ RSS ഇടിക്കട്ടോണ്ട് ഇടിച്ചതാണ് ഈ കാണുന്ന അടയാളം. ഈ മുഖത്ത് ഇടത് മുഖത്ത് ഈ കാണുന്ന ഈ വൂണ്ട് മാർക്ക് അന്ന് RSS ഇടിക്കട്ടോണ്ട് ഇടിച്ചിട്ട് ഞാൻ 7 ദിവസം വാടാനപ്പള്ളി തൃത്തുള്ളൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. സ്റ്റിച്ച് ഇടാൻ പറ്റാണ്ട് വന്നു. സ്കൂള് 8 ദിവസം സ്കൂൾ പൂട്ടി. ഏക്കാന്യെന്ന് മുഖ്യമന്ത്രി ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടത്. പിന്നീട് കലക്ടർ സമാധാന യോഗം വിളിപ്പിച്ചാണ് സ്കൂള് തുറന്നത്. ഈ മുറിവ് എൻ്റെ ഇടത് കവിളിലല്ല, എൻ്റെ ഹൃദയത്തിനകത്താണ്. RSS ഇടിക്കട്ടോണ്ട് ഇടിച്ച ഈ മുറിവ് എൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന കാലം വരെ ഞാൻ RSSും സംഘപരിവാറിനെതിരെ നിൽക്കും. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ആരാധനാമൂർത്തിയാണ് മഹാത്മാഗാന്ധി. എന്നെ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ രാമകൃഷ്ണ മാഷ് പഠിപ്പിക്കുമ്പോൾ ഗാന്ധിയെ പറ്റി പറഞ്ഞിട്ട് എനിക്കന്ന് ഭയങ്കര ആവേശം. ഇന്ത്യയുടെ പിതാവ് എൻ്റെ അച്ഛനെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനമ്മേനെയാണല്ലോ. എൻ്റെ അച്ഛനമ്മേനെ സ്നേഹിക്കുന്ന പോലെയാണ് ഗാന്ധി 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 എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ പിതാവാണ്, ഇന്ത്യ ഉണ്ടാക്കിയത്, സ്വാതന്ത്ര്യമായി ഗാന്ധി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ 2ാം ക്ലാസ് മുതൽ എൻ്റെ നെഞ്ചിനകത്ത് എൻ്റെ അച്ഛനമ്മയും കഴിഞ്ഞാൽ ഗാന്ധി കടന്നു വന്നു. പിന്നെ ഞാൻ സ്കൂളിൽ വലുതായപ്പോൾ ഈ ഗാന്ധിയെ കൊന്നത് ആരാന്ന് നോക്കിയപ്പോൾ നാഥുറാം ഗോഡ്സെ, ആ ഗാന്ധിനെ കൊന്നത് ആളെ ന്യായീകരിക്കുന്ന RSS. അവരോട് എനിക്ക് തീർത്താൽ തീരാത്ത ആശയപരമായ പിന്നെ യുദ്ധം തുടങ്ങി. അതുള്ളിടത്തോളം അങ്ങനെയാണ് ഞാൻ ഈ RSS സംഘപരിവാറിനെതിരെ എൻ്റെ പൊതുജീവിതം ആരംഭിച്ചിട്ടുള്ളത്. എന്നും 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 മരിക്കുന്നവരെ RSS സംഘപരിവാർ ഈ BJP ഈ ഫാസിസത്തിനെതിരെ എവിടെയൊക്കെ ജീവിതത്തിൽ വർത്തമാനം പറയാൻ പറ്റും, എവിടെയൊക്കെ ഇടപെടാൻ വേണ്ടി പറ്റും, എവിടെയൊക്കെ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കാൻ നിൽക്കും. ഒരു ഘട്ടത്തിൽ എന്നോട് ഡൽഹിയിൽ വെച്ചിട്ട് ചില മലയാള മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പാർലമെൻറ്റ് സസ്പെൻഷൻ കിട്ടി. പാർലമെൻറ്റിൽ ഞാൻ ഭയങ്കര നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ അയാൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. പാർലമെൻറ്റിനകത്ത് അമിത്ഷാക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. അനുരാഗ് ഠാക്കൂർ ഗോലിമാല എന്നുള്ളൊരു പ്രസംഗം നടത്തിയപ്പോൾ അയാൾ പ്രസംഗം തടസ്സപ്പെടുത്തി. എനിക്ക് എൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഉച്ചത്തിലാവും. അവസാനം എന്നെ സസ്പെൻഡ് ചെയ്തു. എൻ്റെ അടുത്ത് ഗാലറി ഉണ്ടായിരുന്ന മാധ്യമ സുഹൃത്തുക്കൾ താഴെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സൂക്ഷിക്കണം, ഡൽഹിയിൽ ഒരു പക്ഷേ എന്തും കാണിക്കും. ഞാൻ പറഞ്ഞു, ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും, സ്വന്തം പിന്നെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും RSSും BJP സംഘപരിവാറിനെതിരെയുള്ള യുദ്ധത്തിന് ഒരു കോംപ്രമൈസും ഇല്ല. ഒരു ഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷത്തിനാണ് നാശിപ്പോൾ. ഞാൻ 2 തവണ മാർപ്പാപ്പനെ കാണാൻ പോയി. ഒന്ന് മറിയം ത്രേസ്യാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുണ്ടായി. മറിയം ത്രേസ്യാമ്മ തൃശ്ശൂരുള്ളതാണ്, തൃശ്ശൂർ ജനിച്ചു വളർന്നതാണ്. പുത്തഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനവിടെ MLA ആയിരുന്നു 5 വർഷക്കാലം. മാള പുത്തഞ്ചിറ കൊടുങ്ങല്ലൂരത്തെ MLA ആയിരുന്നു.
ഞാൻ ആ മറിയം ത്രേസ്യം വിശുദ്ധയെ പ്രഖ്യാപിക്കുമ്പോൾ ഇരിങ്ങാലക്കുട ബിഷപ്പ് പ്രത്യേകം താല്പര്യമെടുത്ത് ആ മഠത്തിലെ സിസ്റ്റർമാരും മദറും താല്പര്യമെടുത്ത് എനിക്ക് വിമാന ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഒക്കെ തന്നത് ആ മഠത്തിലെ സിസ്റ്റർമാരാ ബിഷപ്പ് മുൻകെടുത്ത് എന്നെ അവർ കൊണ്ടുപോയി പിന്നെ വത്തിക്കാനിൽ മാർപ്പാപ്പ പിന്നെ വിശുദ്ധയെ പ്രഖ്യാപിക്കുന്നതാണെങ്കിൽ മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ ആ കുർബാനയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മലയാളി ഒന്ന് ഞാനായിരുന്നു, ക്രൈസ്തവനല്ലാത്ത ഞാനായിരുന്നു. അത് കഴിഞ്ഞ് മാർപ്പാപ്പയുടെ ഒരു ജന്മദിനത്തിന് എനിക്ക് ഇതേപോലെ വത്തിക്കാനിൽ പോയി മരണപ്പെട്ടു പോയ മാർപ്പാപ്പയ്ക്ക് തൃശ്ശൂരിലൊരു പിന്നെ നെറ്റിപ്പട്ടം കൊടുക്കാൻ അവസരം ഉണ്ടായി. തൊട്ട് നിന്നിട്ട് ആ കയ്യിൽ മൊത്തം കൊടുക്കാൻ അവസരം ഉണ്ടായി. അപ്പം എന്നെ അതെല്ലാം വെച്ചിട്ട് എന്നെ അത് വെച്ച് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. BJP RS സൈബർ സെറ്റ്. മറുഭാഗത്ത് ഞാൻ ചെറിയ പ്രായത്തിൽ ഖുർആൻ വായിച്ചിട്ടുണ്ട്, ബൈബിളും വായിച്ചിട്ടുണ്ട്. എൻ്റെ പള്ളിയിൽ മുത്തവലിയാർ സ്വാതന്ത്ര്യ സമര സേനാനി മാളികൽ കുഞ്ഞിബാബ സാഹിബ് മാതൃഭൂമിയുടെ മലയാള പരിഭാഷ ഖുർആൻ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് വായിച്ചു തന്നിട്ടുണ്ട്. അന്ന് ഞാൻ മലയാള പരിഭാഷ മുഴുവൻ വായിച്ചിട്ടുണ്ട്, ഞാൻ ബൈബിളും മുഴുവൻ വായിച്ചിട്ടുണ്ട്, ഭഗവത്ഗീതയുടെ മലയാള ഇത് വായിക്കുന്നത്. നമ്മൾ പരിപാടിക്ക് എന്നാൽ ആ പരിപാടി ആ വിഷയത്തെ പറ്റിയല്ലേ സംസാരിക്കുക. ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു ക്രൈസ്തവ ആരാധനാലയത്തിലൊരു പരിപാടിക്ക് എന്നാൽ ആ ക്രൈസ്തവമായി ബന്ധപ്പെട്ട് ഞാൻ വായിച്ച ബൈബിൾ പറയൂലേ, രാമായണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ഭഗവത്ഗീതയെ കുറിച്ച് ഞാൻ പറയില്ല, അതിൽ വായിച്ച കാര്യം. അതേപോലെ തന്നെയാണ് ഖുറാനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടനകളുടെ പരിപാടിയിൽ വിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചാൽ ഞാൻ ഖുറാൻ പഠിതാക്കൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എന്നെ കണ്ണൂർ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് ഒരു സംഘടന കൊണ്ടുപോയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സംഘടന എന്നെ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഖുറാൻ പഠിച്ച കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നെ കൊണ്ട് വിതരണം ചെയ്യിച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ മർക്കസിൽ പോകാറുണ്ട്. ഞാൻ അവിടെ ആക്കി മുസ്താദേറ്റും AP ഉസ്താദിൽ ഭയങ്കര എന്താണ്. അതേപോലെ തന്നെയാണ് പിന്നെ മുജാഹിദ്, സുന്നി, ജമാഅത്ത് ഇസ്ലാമി എല്ലാ വിഭാഗവുമായിട്ട് നല്ല ആത്മബന്ധം ആണ്. ക്രൈസ്തവ പിന്നെ തൃശ്ശൂർ ബിഷപ്പ്, ഇരിങ്ങാലക്കുട ബിഷപ്പ് ഉൾപ്പെടെ എല്ലാ പിന്നെ പിതാക്കന്മാരുമായും ഞാൻ നല്ല ബന്ധമാണ്. അതിനൊക്കെ ട്രോൾ ഉണ്ടാക്കി, അതിനെല്ലാം എന്നെ സൈബർ ആക്രമണം നടത്തി. സമാനമായി ടി എം പ്രതാപൻ നിലപാടെടുത്തൊരു കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിനെതിരെയും അതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രൊപ്പഗണ്ടയെ പലപ്പോഴും ഫേസ്ബുക്കിൽ ഉൾപ്പെടെ തുറന്നു എഴുതിയത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയോ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരുമിച്ച് മത്സരിച്ച് വിജയിച്ച് തൊട്ടടുത്ത ദിവസം നമ്മളോട് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത്തരൊരു തീരുമാനം കോൺഗ്രസിന് എടുക്കാൻ പാടില്ല എന്നൊരു നിലപാട് ടി എം പ്രതാപൻ. ഞാനിപ്പോൾ അതൊരു വിവാദ വിഷയമാകും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത് പ്രതികരിക്കാൻ ശരിയല്ല എന്ന് വിശ്വസിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, ഞാൻ ഏത് തീരുമാനമെടുക്കുമ്പോഴും പ്രത്യേകിച്ച് മതസംഘടനകളുമായും മതസംഘടനകളുടെ പ്രസ്ഥാനങ്ങളുമായും എന്ത് തീരുമാനമെടുക്കുമ്പോഴും 2 വട്ടം ആലോചിച്ചിട്ട് വേണം ആരായാലും തീരുമാനമെടുക്കാൻ. എൻ്റെ കൂടെ ചേരുമ്പോൾ നല്ലത്, വേറെ ആൾ കൂടെ ചേരുമ്പോൾ ചീത്ത. അത് ഡബിൾ റോളാണ്, അത് കാപട്യമാണ്. എൻ്റെ കൂടെ ചേരുമ്പോൾ നന്നാവും, വേറെ കൂടെ ചേരുമ്പോൾ ചീത്ത. അത് അങ്ങനെ പറയണത് ഒരു കാപട്യമാണ്. പിന്നെ ജനാധിപത്യത്തിൽ എല്ലാ പൗരൻ്റെയും വോട്ട് തുല്യമാണ്. എല്ലാ പൗരൻ്റെയും വോട്ട് തുല്യമാണ്. ഒരാൾക്ക് ഒരു വോട്ടേ ഉള്ളൂ. എല്ലാവർക്കും അഭിപ്രായവും ആ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതായിരിക്കും വോട്ട്. അത് വ്യക്തിപരമായിട്ടുള്ള ആളോട് കുറിച്ചിട്ടായാലും ആശയപരമായിട്ട് ആയാലും ശരി, അത് ആർക്കും വേണമെങ്കിൽ ആർക്കും കൊടുക്കാം. പക്ഷെ കോൺഗ്രസിന് ഇവിടെ നിലമ്പൂരിൽ 11,000-ലേറെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഘട്ടത്തിൽ വളരെ തുലവും തുച്ഛമായ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വോട്ടിന്റെ പേരിലാണ് കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും CPM ഹാൻഡിലുകളിൽ ഉൾപ്പെടെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കിയിട്ടാണ് ജയിച്ചത് എന്നുള്ളതും വർഗീയവാദികളുടെ വോട്ട് വാങ്ങി എന്നുള്ള പ്രചാരണം നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ട് അവിടെ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നില്ല എന്നെങ്കിൽ ആ പിന്തുണ വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ കുറെ കൂടെ സ്വസ്ഥമായി വിജയാഘോഷം അനുഭവിക്കായിരുന്നല്ലോ കോൺഗ്രസിന്. ഈ പറയുന്ന ഒരു PDP വോട്ട് എന്താ വേണ്ടെന്ന് പറയുന്നത്? എന്താ വേണ്ടെന്ന് പറയുന്നത്? PDP വോട്ട് വേണ്ട പറയേണ്ടതല്ലേ ആയിരുന്നത്? ഒരാൾ വോട്ട് ചെയ്യാൻ സ്വയം തീരുമാനിച്ചെന്നായിരിക്കും. ഇപ്പം ഞാൻ പറയും, ഞാൻ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെന്റ് ഞാൻ നിൽക്കുന്ന തീരുമാനിച്ചപ്പോൾ തേക്കിൻകാട് മൈതാനത്ത് മല്ലികാർജ്ജുന ഖാർഗെ പങ്കെടുത്തുകൊണ്ടുള്ള കേരളത്തിലെ ബൂത്ത് ചെയർമാന് വലിയ സമ്മേളനം ഉണ്ടായിരുന്നു തേക്കിൻകാട് മൈതാനത്ത് ഈ ഇലക്ഷൻ മുമ്പ്. അപ്പോൾ ഞാൻ തന്നെ മത്സരിക്കണമെന്ന് മോഡി നിർദ്ദേശം വന്നപ്പോഴാണ് ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചു, എനിക്ക് ഈ പിന്നെ RSS സംഘപരിവാറിൻ്റെ വോട്ട് വേണ്ട, മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാഥുറാം ഗോഡ്സെ ന്യായീകരിക്കുന്നവരുടെ വോട്ട് എനിക്ക് വേണ്ട, അതേപോലെ തന്നെയാണ് ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെയും വോട്ട് വേണ്ട, എനിക്ക് SDP-യുടെ വോട്ടും വേണ്ട, RSS-ന്റെ വോട്ടും വേണ്ട എന്ന് പരസ്യമായി തേക്കിൻകാട് മൈതാനത്ത് മല്ലികാർജ്ജുന ഖാർഗെയെ സാക്ഷി നിർത്തി പ്രസംഗിക്കാൻ ധൈര്യം കാണിച്ച ആളാണ്. അത് ഇത്
ആരെങ്കിലും ഒരാൾ വന്ന് നമുക്ക് സ്വയം വോട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ നീ ഈ പോടാ മോനെ ദിനേശ നിന്റെ വോട്ടൊന്നും എനിക്ക് വേണ്ടെന്ന് പറയുന്നത് ധിക്കാരമാണ്. നമ്മൾ ചോദിച്ചിട്ട് വോട്ട് മേടിക്കണതും സ്വയം ഒരാൾ വന്ന് ഞാൻ നിനക്ക് വോട്ട് ചെയ്യും, ഞാൻ നിനക്ക് വോട്ടേ ചെയ്യുള്ളൂ എന്നൊരുത്തൻ പറഞ്ഞത് നീ പോടാ മോനെ ദിനേശ നീയൊന്നും വേണ്ട, അങ്ങനെ ഒരു ധിക്കാരം ജനാധിപത്യത്തിൽ ധിക്കാരം കാണിക്കാൻ വേണ്ടി പറ്റും. കോൺഗ്രസ് നിലപാടുണ്ട്. കോൺഗ്രസ് മതനിരപേക്ഷതയുടെ പ്രസ്ഥാനമാണ്. അടുത്തൊരു ഘട്ടത്തിൽ ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ നിന്ന് വീണ്ടും കാണാൻ കഴിയും? എൻ്റെ പാർട്ടി എന്ത് പറഞ്ഞാൽ ഞാൻ കേൾക്കും. എന്നോട് കുഴി കുത്താൻ പറഞ്ഞാൽ ഞാൻ കുഴി കുത്തും, പോസ്റ്റ് ഒട്ടിക്കാൻ പറഞ്ഞാൽ പോസ്റ്റ് ഒട്ടിക്കും, മുദ്രാവാക്യം വിളിക്കാൻ മുദ്രാവാക്യം വിളിക്കും. എനിക്ക് പാർട്ടി എടുക്കുന്ന തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ പോലെ ഒരാളെ ഇവിടെ വരെ എത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. എനിക്കങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, നിയമസഭയിൽ മത്സരിക്കണം, എൻ്റെ ആ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ 100% സബലീകൃതമായ അതാണ് കോൺഗ്രസ്സിലൂടെ. അതുകൊണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നൊന്നും അങ്ങനെ ആ ഒരു ഇത് മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളല്ല. പാർട്ടി എന്ത് ചുമതല ഏൽപ്പിച്ചാലും അത് നിർവഹിക്കും. അതല്ലെങ്കിൽ വീട്ടിലിരുന്നാൽ മതി. കാരണം എനിക്ക് ഇഷ്ടംപോലെ മാർഗമുണ്ട്.